ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആദർശത്തിൻ്റെ അടിത്തറയായി സ്ഥിതി ചെയ്യുന്ന ഒരു വിഷയമാണ്. അഥവാ മുഹമ്മദ് റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമയിലെ രണ്ടാമത്തെ പകുതി മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആശയം അംഗീകരിക്കലും ഉൾക്കൊള്ളലും അത് പ്രഖ്യാപിക്കലും അതിനെതിരെയുള്ള എല്ലാ ആശയങ്ങളും തെറ്റാണെന്ന് പറയലും അത് തെറ്റാണെന്ന് വിശ്വസിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അതില്ലാത്ത പക്ഷം ഒരാൾ മുസ്ലിം ആകുന്നില്ല. ഇപ്പം ഞാനിത് ഈ വിഷയം പറയാനുണ്ടായ കാരണം, ഒരു സാഹചര്യം, സന്ദർഭം വർത്തമാന ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇസ്ലാമിൻ്റെ പേരുള്ള ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ പരസ്യമായി ഷഹാദത്ത് കലിമയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഷഹാദത്ത് കലിമയുടെ അനിവാര്യ താൽപ്പര്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അതോടൊപ്പം ഞാൻ ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ്, മറ്റുള്ളവരൊക്കെ കസ്റ്റമറിയാണ്, അവർ പ്രാക്ടീസ് ഇല്ല. ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ്, മീഡിയ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ്, ഇതേ വ്യക്തി തന്നെ പറയുകയാണ്. ഞാൻ വ്യക്തിയുടെ പേരൊന്നും പറയുന്നത് നമ്മുടെ ഉദ്ദേശമല്ല. അതേ വ്യക്തി തന്നെ പറയുന്നത്, ഇവിടെ എയർപോർട്ടിൽ പിടികൂടുന്ന കള്ളക്കടത്ത് കേസുകളിൽ 99% കേസിലും പ്രതികൾ മുസ്ലിം പേരുള്ളവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. 99. ഇത് ഒരു സാക്ഷാൽ ഫാസിസ്റ്റ് മനോഭാവമുള്ള സമ്പൂർണ്ണ ഇസ്ലാം വിരോധികളായ ആളുകളുടെ വായിൽ നിന്ന് മാത്രം ഒരു കാലത്ത് വന്നിരുന്ന ഇത്തരം പദങ്ങൾ ഇന്ന് നമ്മുടെ കുടുംബത്തിലും തറവാട്ടിലും പെട്ട, ഒരു കാലത്ത് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാൾ. എന്തൊരു കഷ്ടമാണ് ഇത്. അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പ് മീഡിയകളെ മുഴുവനും വിളിച്ചു വരുത്തി ധീരനായ ഒരാൾ സംസാരിക്കുന്നത് പോലെ ഇടപെട്ട് ചുറ്റും കൂടിയിരിക്കുന്നവരുടെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ നാട്ടിൽ സംസാരിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പങ്കെടുത്തു. പർദ്ദയിട്ട മഫ്ത ധരിച്ച മുസ്ലിം സ്ത്രീകൾ ആ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായിരുന്നു. ഉത്തരവാദപ്പെട്ട മതസംഘടനകളും മതപണ്ഡിതന്മാരും എന്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സ്വർഗത്തിലേക്ക് കയറ്റാനും സ്വർഗത്തിൽ നിന്ന് ഇറക്കാനും ഒക്കെയുള്ള അവകാശം ഇപ്പോൾ ഇവരുടേത് മാത്രമായിരിക്കുന്നു എന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് ചുറ്റും കൂടിയിരിക്കുന്ന മീഡിയ പ്രവർത്തകരെ വിളിച്ചുകൊണ്ട്, അതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഞാൻ നോട്ട് ചെയ്തൊരു സംഗതി, ഒരു ചാനൽ പ്രവർത്തകനോട്, ചാനലിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്തായിരുന്നാലും അവരിപ്പോൾ മദ്രസയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കണക്കുണ്ടാവും, അതിനൊക്കെ എത്ര വരെ മദ്രസയിൽ പോയിട്ടുണ്ടാവും. അവർ നിസ്കരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും നമ്മളെപ്പോലെ 5 നേരം പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന അങ്ങനെ ഒരു മതചിട്ടയുള്ള ആളുകളൊന്നും ആവില്ല. ഒരു ചാനലിൻ്റെ, കൃത്യമായി പറഞ്ഞാൽ മീഡിയ 1 ചാനലിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിത്രം ഞാൻ കണ്ടിട്ടില്ല, ക്യാമറയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമില്ല. ഏതായിരുന്നാലും ഒരു മുസ്ലിം ചെറുപ്പക്കാരനായിരിക്കും.
അദ്ദേഹത്തോട് ഇദ്ദേഹം ചോദിക്കാണ്, അല്ല നിങ്ങളെ വിശ്വാസം എന്താ? നിങ്ങളെ വിശ്വാസം എന്താ? മുസ്ലിം ആയെങ്കിൽ തന്നെ അല്ലേ സ്വർഗത്ത് പോകുള്ളൂ? വീണ്ടും കൂടി ചോദിക്കുക, അല്ല നിങ്ങളെ വിശ്വാസം പറയും. മുസ്ലിം ആയെങ്കിൽ മാത്രമേ സ്വർഗത്ത് പോവുകയുള്ളൂ എന്ന് പറയാൻ തൊലിക്കട്ടി കാണിക്കുന്ന ആളല്ലേ നിങ്ങൾ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ ചാനൽ ഏതൊരു പ്രസ്ഥാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? ആ പ്രസ്ഥാനത്തെ ചൂണ്ടിക്കൊണ്ടാണ് ചോദിക്കുന്നത്. എൻ്റെ ഹൃദയം അങ്ങനെ മിടിച്ചു. കാരണം ഈ കുട്ടി എന്തായിരിക്കും മറുപടി പറയാൻ അറിയില്ലല്ലോ. കാരണം നമ്മളെപ്പോലെ കിതാബോധിയവരല്ലല്ലോ. അല്ലെങ്കിൽ 5 നേരം അങ്ങനെ പള്ളി വന്ന് നിസ്കരിക്കുന്നവരൊന്നും ആയിക്കൊള്ളുന്നില്ല. ഒരു തൊഴിലിന് വേണ്ടി ഒരു തൊഴിലെടുത്ത് ജീവിച്ചു പോകുന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മുസ്ലിം മീഡിയ സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരൻ, അദ്ദേഹം എന്തും പറയാം. അദ്ദേഹം ഇനി വല്ലതും പറഞ്ഞു പോയാൽ പോലും ഞാനതൊരു കുറ്റമായി കാണുന്നുമില്ല. പക്ഷെ അൽഹംദുലില്ലാ ആ ചെറുപ്പക്കാരൻ അതിന് യെസ് എന്നും പറഞ്ഞില്ല, നോ എന്നും പറഞ്ഞില്ല. അല്ല, നിങ്ങളെ അഭിപ്രായം പറയും. നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് മുസ്ലിങ്ങൾ മാത്രമല്ലേ സ്വർഗത്ത് പോകുള്ളൂ എന്ന് ഭീഷണിയുടെ ശൈലിയിൽ ചോദിച്ചുകൊണ്ട് അതിന് മറുപടി പ്രതീക്ഷിക്കുകയാണ് ഇദ്ദേഹം. പക്ഷെ ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഇടത്തോടു കൂടെ നിന്നു. കാരണം അദ്ദേഹം ഒരു പ്രസ് മീഡിയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് കുറെ പരിമിതികളുണ്ടാവും. പക്ഷെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞാൻ ആലോചിച്ചു, ഈ പത്രപ്രവർത്തകനുള്ള, ഈ ചാനൽ തൊഴിലാളിക്കുള്ള ഒരു വിവേകം പോലും ഈ മനുഷ്യൻ ഇല്ലാതായിപ്പോയല്ലോ. ഇയാളൊന്നും പഠിക്കാത്ത ആളൊന്നുമല്ല, കുറെ പഠിച്ച ആളാണ്, ഒരുപാട് പണ്ഡിതന്മാരുടെ കൂടെ സഹകരിച്ച ആളാണ്, പല മതസംഘടനകളുമായി ബന്ധപ്പെട്ടയാളാണ്, എല്ലാമാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയ, സാംസ്കാരിക, കലാ, വ്യാവസായിക മേഖലകളിൽ ഉള്ള ആളുകളിൽ നിന്നാണ് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാവരെയും സുഖിപ്പിക്കണം, എല്ലാവരുടെയും പ്രീതി സമ്പാദിക്കണം, എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയണം, എല്ലാവരും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അടുത്ത് വരണം, നമ്മുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് വരണം. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം, അപ്പം എല്ലാവർക്കും വേണ്ടത് പറയണം. എന്നെക്കുറിച്ച് ആരും ഒരു തീവ്ര സ്വഭാവക്കാരൻ എന്ന് പറയരുത്, ഒരു കാർക്കശ്യമുള്ളവനെന്ന് പറയരുത്. അപ്പം ഈ രീതിയിൽ ചിന്തിക്കൽ ആരാ? ഈ രീതിയിൽ ചിന്തിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളാണ്. രാഷ്ട്രീയ നേതൃത്വം, സാമ്പത്തിക നേതൃത്വം, സാംസ്കാരിക നേതൃത്വം, കലാകായിക മേഖലകളിലുള്ളവർ, സിനിമ സ്റ്റാറുകൾ. അതുപോലെ ഇപ്പോൾ ഈ അസുഖം നമ്മുടെ മഹല്ല് ജമാഅത്ത് കാരണവന്മാർക്ക് വരെ വരുന്നുണ്ട്. കാരണം മഹല്ല് ജമാഅത്തിൻ്റെ തലപ്പത്ത് വരുന്നവരൊന്നും മതം പഠിച്ചവരോ മതത്തിനു വേണ്ടി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇതൊക്കെ രാഷ്ട്രീയം പോലെ ആയിട്ടുണ്ട്. വലിയ മഹല്ല് ജമാഅത്തുകൾ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്കൊക്കെ പോയാൽ ഒരു പഞ്ചായത്ത്, ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒരു 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 പദവിയാണ് ഒരു ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹവും ഇത് പറയുകയാണ്. ഒരു ജുമാഅത്ത് പള്ളിയുടെ 2000-3000 ആളുകൾ താമസിക്കുന്ന ഒരു മുസ്ലിം കൂട്ടായ്മയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ, അയാൾ പ്രമാണിയായിരിക്കും, അയാൾ ഇസ്ലാമിക കൂട്ടായ്മയുടെ നേതൃത്വം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഇവിടുത്തെ ഒരു സാംസ്കാരിക നേതാവാണ്, ഞാൻ ഇവിടെ ഒരു ജനകീയനാവേണ്ടവനാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം അത് പറയും. പിന്നെ ഇപ്പോഴത്തെ പുതിയ തലമുറൻ്റെ കഥ പറയേണ്ട ആവശ്യമില്ലല്ലോ. പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ ഒന്നിനും താല്പര്യമില്ല. പുതിയ തലമുറ ഷണ്ഡീകരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ അർത്ഥത്തിലും. അരാഷ്ട്രീയത പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കയറി വന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ പഴയ കാലത്ത് ഒരു 10-30 വർഷമൊക്കെ മുന്നേ എല്ലാവരും പൊതുമേഖലകളിൽ ഇടപെടുന്നവരായിരുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ എവിടെങ്കിലും കൂട്ടായ്മയിൽ എല്ലാവരും ഉണ്ടാവും. നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരിൽ, തിന്മക്കെതിരിൽ, അനീതിക്കെതിരിൽ, അക്രമത്തിനെതിരിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. നമ്മുടെ ഈ അങ്ങാടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ കഥ എനിക്കറിയാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പം ആളുകൾ കൂടും അല്ലേ? ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ, എനിക്ക് എത്രയോ അനുഭവമുണ്ട്. 2 ആളുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ 4 റോട്ടിലുള്ള ആളുകൾ തടിച്ചു കൂടിയിട്ട് അപ്പം അതിന് പരിഹാരം ഉണ്ടാവും. അടി മേത്ത് വീകുന്നതിൻ്റെ മുന്നേ പിടിച്ചു മാറ്റിയിട്ടുണ്ടാവും. ഇന്നത്തെ അവസ്ഥ എന്താ?
ഇന്ന് എന്ത് കുതുകുലുണ്ടായാലും അതവിടെ നടക്കുമ്പോൾ അവിടെ നടക്കുക എന്നല്ലാതെ ഏറിപ്പോയ 4 ആൾക്കാർ വന്നിട്ട് സെൽഫി എടുക്കും. സെൽഫി എടുത്തിട്ട് അപ്പം തന്നെ ഓലെ ഇൻസ്റ്റഗ്രാമിലും ഓലെ യൂട്യൂബിലും ഓൽക്ക് വരുമാനമായി. ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ, ഇവരുടെ ഒന്ന് പിടിച്ചു മാറ്റാൻ, ഈ പ്രശ്നം പടർന്ന് പന്തലിക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധ നടപടി എന്ന് ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നില്ല. ഇപ്പോഴത്തെ തലമുറയുടെ പിന്നാലെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മുൻ തലമുറയിലുള്ള അഥവാ നമ്മുടെ വാപ്പമാരുടെ സ്ഥാനത്തുള്ള ആളുകൾ പോലും ഇപ്പൊ കുട്ടികളെ വേക്കലാണ്. കാരണം വാപ്പാരെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രണം വിട്ടു. അപ്പൊ അതുകൊണ്ട് ഓൽക്ക് ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. ആരെന്തായാലും എന്തിവിടെ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ പല വിവാദ വിഷയങ്ങളും പറയാറുണ്ട്. മുസ്ലിമീങ്ങളുടെ ഇടയിൽ തന്നെയുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ശിർക്കും ബിദ്അത്തിനൊക്കെ എതിരിൽ നമ്മളിവിടെ സംസാരിക്കാറുണ്ട്. ആരാപ്പം അതൊക്കെ കേട്ടിരിക്കാൻ? ഇവിടെ കുറച്ച് വയസ്സന്മാർ കേട്ടിരിക്കും. ചെറുപ്പക്കാർക്ക് ആർക്കും അത് കേൾക്കാൻ താല്പര്യമില്ല. എന്തിനാണ് നമ്മളെ വാപ്പച്ചിക്ക് ഇപ്പോഴും ഇമ്മാതിരി വർത്താനം പറയാനുള്ളൂ? നമ്മുടെ ഉസ്താദിന് തീരെ വെളിവില്ലേ? എന്തിനാണ് ഈ നാട്ടുകാരുടെ ഇടയിൽ ഇമ്മാതിരി വർത്താനം പറയുന്നത്? എല്ലാവരും ഒന്നായിട്ട് ജീവിച്ചു പോയ പോലെ, ഒക്കെ സോഷ്യലായിട്ട് പോയ പോലെ. കുട്ടികൾക്ക് താല്പര്യമില്ല, നിസ്കരിക്കാനൊക്കെ വരും. ഈ കുട്ടികൾ സ്കൂളിൻ്റെ അടുത്തുള്ള പള്ളിയാണെങ്കിൽ ആ പള്ളിയിൽ കയറി നിസ്കരിക്കും. കാരണം ഒന്ന് മൂത്രമൊഴിക്കുക, ഒന്ന് ഫ്രഷ് ആവാം, ഭക്ഷണം കഴിച്ച് കൈയൊക്കെ ഒന്ന് കഴുകുക. പള്ളിയിലൊക്കെ വരും. പക്ഷേ പള്ളിയിൽ വരുന്ന എങ്ങനെയെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ച് പോവുക എന്നതിലപ്പുറം ഇതൊരു മതപരമായ ബാധ്യതയാണ്. ഇതിൻ്റെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമാണ്. ഇതിന് ചില പ്രത്യേക പദ്ധതികളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ഇതിന് ഉപാധികളുണ്ട്, അച്ചടക്ക നടപടികളുണ്ട്. അതൊന്നും ഉൾക്കൊണ്ടുകൊണ്ടല്ല ഇത്. അതുകൊണ്ട് ഏത് പള്ളിയിൽ ആരെ ബേക്കിൽ എങ്ങനെ നിസ്കരിച്ചാലും പ്രശ്നമില്ല. ഞാൻ ഏതെങ്കിലും പള്ളി പോകാൻ പാടില്ല എന്നുള്ള അഭിപ്രായം വരണമൊന്നുമല്ല. മുസ്ലിം പള്ളികളിലൊക്കെ പോയിട്ട് അവിടെ കാണുന്ന ഒരു ഇമാമിൻ്റെ ബേക്കിൽ തുടർന്ന് നിസ്കരിക്കുന്നതിനൊന്നും ഞാനെതിരല്ല. പക്ഷെ കുറച്ചൊക്കെ ഒരു കാർക്കശ്യം കാണിക്കണം. ഫാത്തിഹ ഓതാൻ അറിയുന്ന ഇമാം തന്നെയാണോ? ഔറത്ത് മറച്ചിട്ടുണ്ടോ? അതൊക്കെ നോക്കണ്ടേ? അതൊന്നും നമ്മുടെ ഈ കുട്ടികൾക്ക് താല്പര്യമില്ല. അവിടുന്ന് അപ്പുറത്തേക്കും പോയിട്ടുണ്ട് കാര്യങ്ങൾ. അവിടുന്ന് അപ്പുറത്തേക്കും പോയിട്ടുണ്ട്. ഇപ്പോ മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദുവോ എന്തിനാണ് അതൊക്കെ പറയുന്നത്? അത് ഇപ്പോഴത്തെ കൾച്ചറിന് ചേർന്നല്ല. ഇപ്പോഴത്തെ കൾച്ചറിന് ചേർന്നതല്ല. നിങ്ങൾ മതത്തിന്റെ റിലീജിയസ് ഐഡന്റിറ്റി എന്തിനു പറയണം? അത് പറയേണ്ട ആവശ്യമില്ല. അതിലിടപെടണ്ട. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നോട്ട് മൈ കൺസേൺ. അവിടെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. മൗലൂദ് ഓതണോ ഓതണ്ടേ എന്നുള്ളതല്ല, അതൊക്കെ കഴിഞ്ഞു. മൗലൂദ് ഓതണോ ഓതണ്ടേ അത് ഏതായാലും ഇവിടെ പ്രശ്നമല്ല. മുസ്ലിം ആവണോ ആവണ്ടേ, അവിടെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണോ വേണ്ടേ? എന്തിനാ വെറുതെ കച്ചറുണ്ടാക്കുന്നത്? എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? അവിടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഉള്ളത്. നമ്മുടെ തലമുറക്ക് ഏറ്റവും താല്പര്യം ഈ ഒരു ട്രെൻഡ് ആണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കാഞ്ഞാൽ കാര്യം വളരെ അപകടത്തിലാണ്. നമ്മുടെ തലമുറക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തിയില്ലേ, ആ വ്യക്തിയുടെ ശൈലിയും സ്വഭാവവും രീതിയുമാണ് ഇപ്പോഴത്തെ തലമുറക്ക് ആവശ്യം. സ്വർഗസ്ഥനായ ഗാന്ധി എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇഷ്ടമാണ്. അൽഹംദുലില്ലാഹ്, ഗാന്ധി സ്വർഗത്തിലായല്ലോ. ഇനിയിപ്പോൾ ആരൊക്കെ സ്വർഗത്തിലാക്കേണ്ടത്? എല്ലാവരെയും കൂടി അങ്ങോട്ട് സ്വർഗത്തിലാക്കിയാൽ അത് ഈ തലമുറക്ക് ഏറ്റവും ഇഷ്ടമാണ്. നരകത്തിനെ പറ്റി പറയരുത്, നരകത്തിൽ ഒരാളും ഉണ്ട് എന്ന് പറയരുത്, നരകത്തിലേക്ക് ആളുകൾ പോകുമെന്ന് പറയരുത്, നരകം തന്നെ ഉണ്ട് എന്ന് പറയരുത്. അതാണ് ഇഷ്ടം. സ്വർഗം, സുഖം, സന്തോഷം, വിയർപ്പ് പൊടിയാതെ ആസ്വാദനം, അത് എല്ലാവർക്കും ഈ രീതിയിൽ. അപ്പം ഇത് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഒരു വേള ഞാൻ സാധാരണക്കാരെ മാത്രമല്ല, മതപണ്ഡിതന്മാർക്ക് പോലും മുഹമ്മദ് റസൂലുള്ളാഹിയുടെ താല്പര്യം അറിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂപ്പുകുത്തിയിട്ടുണ്ട്. താടിയും തലപ്പാവും ഉള്ളവരെന്ന് പറയപ്പെടുന്ന ആളുകൾ പ്രസംഗിച്ചു കളഞ്ഞ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. സർവമത സത്യവാദം പ്രചരിപ്പിക്കുന്ന മൗലവിമാരും മുസ്ലിയാക്കന്മാരുമുണ്ട്. അവർക്ക് ഈ മതത്തെക്കുറിച്ച് എന്തറിയാം? അവരെന്തും പറഞ്ഞോട്ടെ, നമുക്ക് പ്രശ്നമല്ല. പക്ഷേ ഇസ്ലാമിൻ്റെ പേരിൽ പറയരുത്, ഖുർആൻ ഓതിക്കൊണ്ട് പറയരുത്, നരകം
അല്ലെങ്കിൽ സ്വർഗം കണ്ണിൽ കണ്ടവന് മുഴുവനും പതിച്ചു നൽകരുത്. അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. അവരവർക്ക് ആവശ്യമുള്ള താല്പര്യമുള്ള അവരവരുടെ ബോധ്യങ്ങൾ അവരവർക്ക് വിളിച്ചു പറയാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതല്ല എൻ്റെ വിഷയം. പക്ഷേ എല്ലാവർക്കും സ്വർഗം കൊടുത്തേ മതിയാവൂ. എല്ലാവരെക്കുറിച്ചും സ്വർഗം എന്ന് പറഞ്ഞ് അവരെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് അവർക്ക് മാർഗനിർദ്ദേശം നൽകേണ്ടതിന് പകരം അവരെ കബളിപ്പിക്കുകയും അവരെ വഞ്ചിക്കുകയും അവർക്ക് നന്നാവാനുള്ള അവസരങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം. നമ്മൾ നരകത്തെക്കുറിച്ച് പറയുന്നത് ആരോടെങ്കിലുമുള്ള വിരോധത്തിൻ്റെ പേരിലല്ല. നരകമുണ്ട് എന്ന് പറയുന്നത്, നരകത്തിൽ പോവേണ്ടി വരുമെന്ന് പറയുന്നത് ആരോടെങ്കിലുള്ള വെറുപ്പിൻ്റെ പേരിലോ ഞാൻ മാത്രം സ്വർഗത്തിൻ്റെ അവകാശിയാണ്, ഞാൻ ഏറ്റവും പുണ്യമാക്കപ്പെട്ടവനാണ് എന്ന അഹങ്കാരത്തിൻ്റെ പേരിലോ അല്ല. നമ്മൾ നരകത്തെക്കുറിച്ച് പറയുന്നത് ആ നരകത്തിലേക്ക് നിങ്ങൾ ചാടിപ്പോകുമെന്ന സഹതാപത്തിൻ്റെ പേരിലാണ്. ആ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ മാത്രമേ നിങ്ങൾ വിവേകബുദ്ധി തിരിച്ചെടുക്കുകയുള്ളൂ, നിങ്ങൾ ശരിയായ വഴിക്ക് ചിന്തിക്കുകയുള്ളൂ, നിങ്ങൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ. നരകം പറഞ്ഞ് പേടിപ്പിക്കാതെ ചോരത്തളപ്പുള്ള വൈകാരികതയുള്ള കോപാകുലനായ ആർത്തിപ്പണ്ടാരമായ മനുഷ്യനെ സംസ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ തുടക്കമിട്ടുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആദ്യത്തെ ദിവസം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നരകത്തെക്കുറിച്ചാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൻ്റെ മുമ്പ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്ക് ഉച്ചരിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ മുമ്പ് നരകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് വെറുതെ പറഞ്ഞതല്ല, ഇത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ല, ഇത് ഓർക്കാപ്പുറത്ത് പറഞ്ഞു പോയതല്ല. ബോധപൂർവം ദീർഘദൃഷ്ടിയോട് കൂടി ദിവ്യ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ്. സൂറത്തു ശുഅറാഇന്റെ 214-ാമത്തെ വഅൻദിർ അശീറതകൽ അഖറബീൻ, നബിയെ നിങ്ങളെ ഞാൻ ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും അടുത്ത കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് ഈ വിഷയം പറയണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാവരെയും വിളിച്ചു. സ്വന്തം ചോരയിൽപ്പെട്ടവരോട് ആദ്യം പറയണമെന്നല്ലേ? അങ്ങനെ ഖുറൈശികളിൽപ്പെട്ട, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട എല്ലാവരെയും, എല്ലാ ഉപവിഭാഗങ്ങളെയും വിളിച്ച് സഫാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ചു വരുത്തി. അങ്ങനെ മലയുടെ മുകളിലെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരിൽ ഓരോരുത്തരെയും അഡ്രസ്സ് ചെയ്തു. യാ ബനി അബ്ദി മനാഫ്, യാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, യാ ഫാത്തിമത്ത ബിൻതി മുഹമ്മദ്. ഓരോ ഗോത്രത്തെയും ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി വിളിച്ചു പറയുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, അറഅയ്തും ലൗ അഖ്ബർതുകും ബി അന്ന ഖൈലൻ മിൻ വറാഇ ഹാദൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും അകുൻതും മുസദ്ദിഖിയ്യാ. ഓ എൻ്റെ കുടുംബക്കാരെ, എൻ്റെ രക്തത്തിൽ പറന്നവരെ, എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ഈ പർവ്വതത്തിൻ്റെ പിന്നാമ്പുറത്തു കൂടെ ഒരു കുതിരപ്പടയാളി സംഘം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? എല്ലാവരും പറഞ്ഞു നഅം മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖാ, ഉറപ്പായിട്ട് ഞങ്ങൾ വിശ്വസിക്കും. കാരണം നിങ്ങളിൽ നിന്ന് ഇക്കാലം വരെ സത്യമല്ലാത്ത ഒന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഒരു സൈക്കോളജിക്കൽ സ്റ്റെപ്പായിരുന്നു അത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് ആദ്യം അവരിൽ നിന്ന് എഴുതി വാങ്ങണം. അത് പ്രവാചകൻ വാങ്ങി. ഈ മലയുടെ മറുഭാഗത്ത് നിന്ന് ഒരു പടയാളി സംഘം, ഒരു കുതിരപ്പട നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അതല്ലെങ്കിൽ അവിടെ പോയിട്ട് നോക്കുക, അല്ല സംഘം വരുന്നുണ്ടോ, മുഹമ്മദ് പറഞ്ഞ സത്യം തന്നെയാണ്, അതൊന്നും പരീക്ഷിക്കാൻ ഞങ്ങൾ നിൽക്കൂല, നിങ്ങൾ പറഞ്ഞോ ഞങ്ങൾ വിശ്വസിക്കും. ഗ്യാരണ്ടി വാങ്ങിയതിന് ശേഷം രണ്ടാമത്തെ പദം, ഇസ്ലാമിക പ്രബോധനത്തിന്റെ തുടക്കം, പ്രവാചകൻ പറഞ്ഞു ഫഇന്നി നദീറുൻ ബൈന യദൈകും മിൻ അദാബിൻ ശദീദ്. പറയാനുള്ള കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ വലിയ ഒരു നരകത്തിൻ്റെ ശിക്ഷയിലേക്ക് ചാടാനിരിക്കുന്നവരാണ്. നരകത്തിൻ്റെ അഗ്നിയിൽ നിന്ന് നിങ്ങൾക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഉണ്ടോ?
ഇന്നി നദീറും ബൈന യദൈകും മിൻ അദാബിൻ ശദീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല, മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടില്ല, സ്വർഗം പറഞ്ഞിട്ടില്ല, നരകം കൊണ്ടാണ് തുടങ്ങിയത്. നിങ്ങളെല്ലാവരും നരകത്ത് പോകുന്ന പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്തിനാണ്? ആരോടാ ഇത് പറയുന്നത്? സ്വന്തം മകളായ ഫാത്തിമ അവിടെയുണ്ട്. യാ ഫാത്തിമത്തു അൻഖിദീ നഫ്സകി മിനന്നാർ. ഫാത്തിമ, എൻ്റെ കരളിൻ്റെ കഷ്ണമായ മോളെ, നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് നീ കാത്തുകൊള്ളണം. ഫഇന്നി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് നിന്നെ പിടിച്ചു മാറ്റാൻ എനിക്ക് കഴിയില്ല, എനിക്ക് അതിനുള്ള അവകാശമില്ല, എനിക്ക് അതിനുള്ള അധികാരമില്ല. അതുകൊണ്ട് നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. ഫാത്തിമ ബീവി ആരെങ്കിലും കൊലപാതകം നടത്തിയിട്ടുണ്ടോ? ഫാത്തിമ ബീവി മദ്യപിച്ചിട്ടുണ്ടോ? പോട്ടെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ ബിംബാരാധന നടത്തിയിട്ടുണ്ടോ? ശിർക്ക് ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഏറ്റവും സംശുദ്ധമായ വ്യക്തിയുടെ, ഏറ്റവും സംശുദ്ധമായ തറവാട്ടിൽ, ഏറ്റവും സംശുദ്ധമായ വീട്ടിൽ, ഏറ്റവും സംശുദ്ധ ജീവിതം നയിക്കുന്ന പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ളത് അൻഖിദീ നഫ്സകി മിനന്നാർ. നിന്റെ ശരീരം നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം, അത് നിന്റെ ഡ്യൂട്ടിയാണ്. സ്വന്തം പിതൃവ്യനായ അബ്ബാസിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, യാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അൻഖിദ് നഫ്സക മിനന്നാർ. നരകത്തിൽ നിന്ന് നിങ്ങളെ തടി നിങ്ങൾ സംരക്ഷിക്കണം. ഫഇന്നി ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈആ. അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന്, ഇങ്ങനെ പല സഹാബികളിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹ് ആയ ഹദീസ് ആണ് ഇത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ആരെയാണ് കൊന്നത്? ചാരിറ്റി നടത്താത്തയാളാണോ? ജനസേവനം നടത്താത്തയാളാണോ? കുടുംബബന്ധം ചേർക്കാത്തയാളാണോ? എന്ത് നന്മയുടെ കുറവാണ് അവർക്കുള്ളത്? എന്നിട്ടും അവർ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞോ? അതെ, പറഞ്ഞു. എന്താ കാര്യം? ഞാൻ പറയാം എന്താ കാര്യം എന്ന്. കുറെ ചാരിറ്റി നടത്തലല്ല, കുറെ കുടുംബബന്ധം ചേർക്കലല്ല, കുറെ നന്മകളിൽ നിന്ന് നമുക്ക് തോന്നുന്നത് പ്രവർത്തിക്കലല്ല. അതിൻ്റെയൊക്കെ ആവരണമായിട്ടുള്ള, അതിൻ്റെയൊക്കെ മേൽവിലാസമായിട്ടുള്ള പാസ്വേഡ് നിർബന്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതില്ലേ നിങ്ങളുടെ ഒരു ചാരിറ്റിയും അല്ലാഹ് സ്വീകരിക്കുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വലിയ മനുഷ്യനെ കുറിച്ച് ചോദിച്ചു. അറേബ്യയിലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചാരിറ്റി പേഴ്സണാലിറ്റി ആയിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ജദആൻ, ആയിഷ ബീവിയുടെ കുടുംബക്കാരനാണ്. അബ്ദുല്ലാഹി ഇബ്നു ജദആൻ കാന യുത്ഇമുൽ ഫുഖറാ വ യുക്രിൽ ലൈഫ. നബിയെ, നിങ്ങൾക്കറിയാമല്ലോ, അബ്ദുല്ലാഹി ഇബ്നു ജദആൻ പാവപ്പെട്ടവരെ നല്ലോണം സഹായിക്കുന്ന ആളായിരുന്നു, വിരുന്നുകാരെ സൽക്കരിക്കുന്ന ആളായിരുന്നു. എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഭക്ഷണപാത്രമുണ്ട്, പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ വലിയ ചെമ്പ്. ആ ചെമ്പിൽ നിന്ന് ഭക്ഷണം എടുക്കണമെങ്കിൽ കോണി വെച്ച് കയറണം. അതിന് മാത്രം വലിയ ഉയരമുള്ള ചെമ്പ. അതിൽ നിന്ന് ചോറ് ലഭിക്കണമെങ്കിൽ, റൊട്ടി ലഭിക്കണമെങ്കിൽ, മറ്റ് ഭക്ഷണങ്ങൾ ലഭിക്കണമെങ്കിൽ കോണി വെച്ച് കയറിയിട്ട് എടുക്കണം. അത്രയും വലിയ ഉദാരമനസ്കനായ അറേബ്യയിലെ ഏറ്റവും പ്രസിദ്ധനായ അബ്ദുല്ലാഹി ഇബ്നു ജദആൻ എൻ്റെ കുടുംബക്കാരനായിരുന്നു നബിയെ. അകാന ദാലിക യൻഫഉഹു. അദ്ദേഹത്തിൻ്റെ ചാരിറ്റി അദ്ദേഹത്തിന് ഉപകാരപ്പെടുമോ? അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്ത് മരിച്ചുപോയി. അദ്ദേഹം ആരെയും ആക്രമിച്ചിട്ടില്ല, ഒരാളെയും കൊന്നിട്ടില്ല, അനീതി കാണിച്ചിട്ടില്ല, നല്ലതേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നല്ല കാര്യം. അങ്ങനെയുള്ള ആളെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ എൻ്റെ കുടുംബക്കാരനും കൂടിയാണ്. അപ്പം അതുകൊണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ, അദ്ദേഹത്തിന് തൻ്റെ ചാരിറ്റി ഉപകാരപ്പെടൂല. ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർ ലീ ഖതീഅതി യൗമദ്ദീൻ എന്ന് ഒരു ദിവസം അദ്ദേഹം പറഞ്ഞിട്ടില്ല. പടച്ചവനെ, എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണേ എന്ന് ഒരു ദിവസം പോലും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ മനുഷ്യന് തൻ്റെ ചാരിറ്റികൾ ഉപകാരം ചെയ്യുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത് ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അത്രയും വലിയ ചാരിറ്റിയുടെ ആളെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്.
നിങ്ങൾക്കറിയാമല്ലോ അബൂ താലിബിന്റെ കഥ, പലവട്ടം നമ്മളിവിടെ പറഞ്ഞതാണ്. അബൂ താലിബ് ആരെയാണ് ആക്രമിച്ചത്? അബൂ താലിബ് ആരോടാണ് അനീതി ചെയ്തത്? അബൂ താലിബിനെ പറ്റി ആർക്കാണ് മോശം അഭിപ്രായമുള്ളത്? അബൂ താലിബിന്റെ അവസ്ഥ എന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞില്ല, പറയാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തെ കുറിച്ച് പ്രവാചകനോട് ഒരിക്കൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അബൂ താലിബിന് നിങ്ങൾ വല്ല ഉപകാരവും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അനഫഅത അമ്മക അബാ താലിബിൻ ബിശൈ വകാന യഹൂതുക വയഗ്ളബു ലക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നയാളാണ്, അദ്ദേഹത്തിന് നിങ്ങൾ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടോ? മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞെന്താണെന്നറിയോ? ഇന്നഹു ലൗലാ അന ലകാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അദ്ദേഹം നരകത്തിന്റെ ഏറ്റവും അടിയിലുള്ള ആളാണ്. അബൂ താലിബിനെ പറ്റി പറയാണ്, നരകത്തില്ലെന്നല്ല പറഞ്ഞത്, നരകത്തിന്റെ ഏറ്റവും അടിയിലുള്ളയാളാണ്. പക്ഷേ ഞാൻ അവിടെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ശഫാഅത്ത് ചെയ്തു, അതുകൊണ്ട് ഫഹുവൽ ആന ഫി റഖറാഖിൻ മിനന്നാർ, ഇപ്പൊ നരകത്തിന്റെ ഏറ്റവും മുകളിലാണ്. പക്ഷെ നരകത്തിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കൊതുകിനെ പോലും ആക്രമിച്ചിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ രക്തവും ചൊരിച്ചിട്ടില്ലാത്ത, ഒരാളോടും അനീതി കാണിച്ചിട്ടില്ലാത്ത പ്രവാചക തിരുമേനിക്ക് എല്ലാ സംരക്ഷണവും നൽകിയ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇന്നഹു കാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിയിലായിരിക്കും. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് ഒരു ഉപകാരം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് വസ്തുതയുള്ളത്. എന്നിട്ടാണ് ചില ആളുകൾ ഇവിടെ വന്നിട്ട് സ്വർഗസ്ഥനായ ഗാന്ധി എന്ന് പറയുന്നത്. അത് പറയാനുള്ള അവകാശം ഇദ്ദേഹത്തിന് ആര് കൊടുത്തു? ആരാണ് ഗാന്ധി? ആരാണ് കാറൽ മാർക്സ്? ആരാണ് മദർ തെരേസ? ആരാണ് EMS നമ്പൂതിരിപ്പാട്? അവർ ഇസ്ലാമിന്റെ സത്യസാക്ഷ്യം വിളിച്ചു പറഞ്ഞവരായിരുന്നോ? ഒരിക്കലുമല്ല. ഞാൻ അവരെക്കുറിച്ച് വ്യക്തിപരമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ഈ പറഞ്ഞ ആളുകളെ പറ്റിയൊന്നും അവരൊക്കെ നരകത്തിലാണ് എന്ന് പറയേണ്ട ആവശ്യവും ഞമ്മക്കില്ല. ഗാന്ധി നരകത്തിലാണ് എന്ന് ഇവിടെ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഗാന്ധി നരകത്തിലാണ് അല്ലെങ്കിൽ കാറൽ മാർക്സ് നരകത്തിലാണ് എന്ന് ഇവിടെ ആരെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടോ? ആരും പുസ്തകം എഴുതിയിട്ടില്ല. അങ്ങനെ പുസ്തകം എഴുതാൻ വേണ്ടി ആരോടും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അത് നമ്മുടെ ശൈലിയുമല്ല, അത് നമ്മുടെ അവകാശത്തിൽപ്പെട്ടതുമല്ല. പിന്നെ എന്തിനാണ് നിങ്ങളൊരു റിയാക്ഷൻ എന്ന നിലക്ക്, ഒരു പ്രതിപ്രവർത്തനം എന്ന നിലക്ക് വ്യാജേന സ്വർഗസ്ഥനായ ഗാന്ധി എന്ന് പറയുന്നത്? ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് പോലും, ഗാന്ധി അവിടെ ഇരിക്കട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് പോലും സ്വർഗസ്ഥനായ മൗലവി എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്ക് ആര് തന്നു? സ്വർഗസ്ഥനായ മുസ്ലിയാരെന്ന് പറയാനുള്ള ഏതെങ്കിലും വിവരദോഷികളായ ആളുകൾ ചിലപ്പോൾ പറയുന്നുണ്ടാകും. സ്വർഗത്തിന്റെ താക്കോൽ കയ്യിൽ പിടിക്കുന്നവൻ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നവൻ എന്നൊക്കെ ഏതെങ്കിലും ആളുകളെ പറ്റി വിവരമില്ലാത്തവർ പറയുന്നുണ്ടെങ്കിൽ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. ഒരു മുസ്ലിമായി ജീവിച്ച് 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിച്ച് മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ച് പോലും അവൻ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കില്ല. വളരെ സൂക്ഷിക്കണം. നമ്മളെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ടാവും, അവർ മരിച്ചു പോകുമ്പോൾ നമുക്ക് വിഷമമാണ്. നമുക്ക് പറയാൻ പറ്റിയതുണ്ട്, പറയാൻ പറ്റാത്തതുണ്ട്. നമുക്ക് പറയാം, അയാൾ ആ പള്ളിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് ജീവിച്ച ആളാണ്, 5 നേരം പള്ളിയിൽ വരാറുണ്ടായിരുന്നു, 1ാമത്തെ സഫിൽ തന്നെ ഉണ്ടായിരുന്നു, ഫാത്തിഹ ഓതാൻ അറിയുന്ന ആളാണ്, നല്ല നടപടിക്കാരനായിരുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് പറയാം. കാരണം അതൊക്കെ നിങ്ങൾ കാണുന്നതാ. ഞാൻ കാണുന്നുണ്ട് അയാൾ പള്ളിയിൽ വരുന്നത്. അയാൾ ഇമാമിന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ഒറ്റ നേരത്തെ നിസ്കാരത്തിലും അദ്ദേഹം ആബ്സെന്റ് അല്ല. അത് നമ്മൾ കാണുന്ന സംഗതിയല്ലേ. നമ്മൾ കാണുന്ന സംഗതി നമുക്ക് പറയാം. അയാൾ കളവ് പറയാറില്ലായിരുന്നു, സത്യം പറയുന്ന ആളായിരുന്നു. അയാൾ പാവപ്പെട്ടവരോടൊക്കെ കാരുണ്യം കാണിക്കുക, അതൊക്കെ പറയാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് അയാൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് പറയാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കുമില്ല. അയാളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്, അയാളെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്, അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനുള്ള അവകാശം എനിക്കും നിങ്ങൾക്കുമില്ല. മദീന മുനവ്വറയിലേക്ക് ഹിജ്റ ചെയ്തതിൻ്റെ ശേഷം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നു. മുഹാജിറുകളിൽ ഏറ്റവും പ്രഗത്ഭനാണ്, വലിയ മഹാനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് രോഗിയായിട്ട് മരിക്കുകയാണ്. അപ്പം അദ്ദേഹം താമസിച്ചിരുന്ന ഒരു അൻസാരിയുടെ വീടുണ്ട്. ഉമ്മുൽ അലാ ഉൽ അൻസാരിയ എന്ന് പറഞ്ഞ ഒരു സഹോദരി, അൻസാരിയ ഒരു പെണ്ണ് സഹാബി,
അവരും അവരുടെ കുടുംബവും ആ വീട്ടിലാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ താമസിച്ചിരുന്നത്. അവിടെ വെച്ച് മരിച്ചുപോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജനാസ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലേക്ക് വന്നു. ആ വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മുൽ അലാ എന്ന് പറഞ്ഞ പെണ്ണ് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, വല്ലാത്ത ഭാഗ്യം ചെയ്ത മനുഷ്യനാട്ടോ, വല്ലാത്ത ഭാഗ്യം ചെയ്ത ഒരു മനുഷ്യനാണ്, ഒരുപാട് നല്ല കാര്യം ചെയ്തയാളാണ് എന്ന് പറഞ്ഞിട്ട് ഉമ്മുൽ അലാ പറയാണ്, ആ മനുഷ്യന് അള്ളാഹു സ്വർഗം കൊടുത്തിട്ടുണ്ട്, ആ മനുഷ്യനെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. ലഖദ് അക്രമഹുല്ലാഹ് വ അദ്ഖലഹുൽ ജന്ന. പല റിപ്പോർട്ടുകൾ ഹദീസിൽ കാണാം, അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട് എന്ന പദം ആ സ്ത്രീ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ദേഷ്യപ്പെടുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ കോപാകുലനാകുന്നു. എന്നിട്ട് ആ പെണ്ണിനോട് ചോദിക്കുന്നു, മാ യുദ്രീകി അന്നല്ലാഹ അക്രമഹു, അള്ളാഹു അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് നിന്നോട് ആര് പറഞ്ഞു? അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്തിട്ടുണ്ടെന്ന് പറയാനുള്ള അവകാശം നിനക്ക് ആര് തന്നു? അങ്ങനെ പറയാൻ പാടില്ല. വ ഇന്നി ലഅർജൂ ലഹുൽ ഖൈർ, അദ്ദേഹം സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള പദം നീ പറയാൻ പാടില്ല. അതിനുശേഷം ഉമ്മുൽ അലാ പറയാണ്, ഞാൻ പ്രവാചകനിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേട്ടതിൻ്റെ ശേഷം ദുനിയാവിലുള്ള ഒരാളെ പറ്റിയും പിന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അയാൾ സ്വർഗത്തിലാണ്, അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, അയാൾ ബഹുമാനപ്പെട്ട മഹാനാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യം പറയാം. പള്ളിയിൽ വരാറുണ്ടായിരുന്നു, കള്ളത്തരം പറയാറില്ലായിരുന്നു, എല്ലാവരോടും നല്ല രീതിയിൽ അതൊക്കെ പറയാം, നമ്മൾ കണ്ടതാണ്. മറ്റത് നമുക്കറിയില്ല, നമ്മൾ കാണാത്തതാണ്, അത് ഗൈബ് ആണ്, അള്ളാഹുവിന് മാത്രം അറിയുന്ന സംഗതിയാണ്. എന്നാൽ അള്ളാഹു അവൻ്റെ കിതാബിലോ അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ സുന്നത്തിലോ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി നമ്മൾ പറയും. ഫിർഔൻ ലാനത്തുല്ലാഹി അലൈഹി, അവൻ നരകത്തിലാണ്, അത് നമുക്ക് പറയാം. അത് നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് പറയുന്നല്ല, അള്ളാഹ് കിതാബിൽ പറഞ്ഞതാ. അബൂലഹബും അദ്ദേഹത്തിന്റെ ഭാര്യയും നരകത്തിലാണ്. തബ്ബത് യദാ അബീലഹബിൻ വ തബ്ബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്, ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാണ്, അത് നമുക്ക് പറയാം. അങ്ങനെ ചില വ്യക്തികളുടെ പേര് എടുത്തുകൊണ്ട് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖാറൂനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഖാറൂൻ നരകത്തിലാണ്. അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് പറയാം. മുഹമ്മദ് റസൂലുള്ള ചില വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അബൂജഹലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉത്ബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ശൈബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ നരകത്തിലാണ് എന്ന് പറയാം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതുപോലെ ചില വ്യക്തികളെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ എല്ലാവരും സ്വർഗത്തിലാണ്. സഹാബികളെ കുറിച്ച് മൊത്തത്തിൽ സ്വർഗത്തിൻ്റെ അവകാശികളാണെന്ന് നമുക്ക് പറയാം. അവരിൽ ചില ആളുകളുടെ പേരെടുത്തുകൊണ്ട് വ്യക്തിപരമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. ഇങ്ങനെ 10ഓളം ആളുകൾ. 10 മാത്രമല്ല, 10 എന്ന് പറയുന്നത് ഒരു ഹദീസിൽ ഒറ്റയടിക്ക് വന്നതാ. അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, ഒറ്റ ഹദീസിൽ ഒരേ അവധാനതയിൽ 10 പേരെ പറഞ്ഞതുകൊണ്ട് നമ്മൾ 10 എന്ന് പറയുന്നു എന്ന് മാത്രം. അല്ലാതെ വേറെയും കുറേ ആളുകളെ കുറിച്ച് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്, അവരൊക്കെ സ്വർഗത്തിലാണ്. അത് പേരെടുത്തുകൊണ്ട് നമുക്ക് പറയാം. അതല്ലാതെ വേറെ ഒരാളെ കുറിച്ച് വ്യക്തിപരമായിട്ട് അവൻ സ്വർഗത്തിലാണെന്ന് പറയാൻ, അങ്ങനെ പുസ്തകം എഴുതാൻ, അങ്ങനെ പ്രസംഗിക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ലെങ്കിൽ സ്വർഗസ്ഥനായ ഗാന്ധി എന്ന് പറയാൻ ആരാണ് നിങ്ങൾക്ക് അവകാശം തന്നിട്ടുള്ളത്? അങ്ങനെ ഒരു പുസ്തകം എഴുതുമ്പോൾ ആ ചടങ്ങിൽ പോയിരിക്കാൻ, ആ പുസ്തകം ഏറ്റുവാങ്ങാൻ പർദ്ദയും മഫ്തയും ധരിച്ച മുസ്ലിം പെണ്ണിന് അധികാരം കൊടുത്തതാരാണ്? ഇങ്ങനെയുള്ള കുഫ്രിയത്തുകൾ പറയുമ്പോൾ, എഴുതി വിടുമ്പോൾ അതിൻ്റെ മുമ്പിൽ മൗനം വീക്ഷിക്കുന്ന മതസംഘടനകളും മതപണ്ഡിതന്മാരും ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരാണെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതിൻ്റെ പേരിൽ എൻ്റെയും നിങ്ങളുടെയും മക്കൾ, ആധുനിക തലമുറ വഴികേടിലായി പോകുന്നുണ്ടെങ്കിൽ, വ്യതിചലിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഉത്തരവാദിത്തപ്പെട്ടവരെ, പണ്ഡിതന്മാരെ, നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലിയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരെയും കൂടി സ്വർഗത്തിലാക്കിയിട്ട് ഒരു സമാധാനം സ്ഥാപിക്കാൻ, ഒരു രമ്യത ഉണ്ടാക്കാൻ, ഒരു ഐക്യമുണ്ടാക്കാൻ സാധ്യമല്ല. അത് ഇമ്പോസിബിളാണ്. അത് ഉട്ടോപ്യ മാത്രമാണ്, വ്യാമോഹമാണ്. നമ്മുടെ എതിരാളികൾ പോലും അത് സമ്മതിക്കുന്നില്ല.
എല്ലാ മതങ്ങളും സത്യമാണെന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, എല്ലാ മതവും സത്യമാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം സത്യമാണ് എന്ന് ക്രിസ്ത്യാനി സമ്മതിക്കുമോ? എല്ലാ മതവും എന്ന് പറയുമ്പോൾ ഇസ്ലാം പെട്ടില്ലേ? ശരി, ഇസ്ലാം മതം സത്യമാണ് എന്ന് ഹൈന്ദവൻ സമ്മതിക്കുമോ? ഇല്ല. പിന്നെ ആരാ ഇത് പറയുന്നത്? എല്ലാ മതവും സത്യ, ആരാ ഇത് പറയുന്നത്? ഒരു MLA, പിന്നെ വേറെ ഏതോ ഒരു മൗലവി, ഈ 2-3 ആൾക്കാർ പറഞ്ഞാൽ എല്ലാം സത്യമായോ? അപ്പോൾ എല്ലാ മതങ്ങളും സത്യമാണ് എന്ന ആശയം ഒരിക്കലും സമൂഹത്തിൽ ക്ലിക്കാവുകയില്ല. അത് 1, 2, 3 ആളുകളുടെ സ്വന്തം അഭിപ്രായമാണ്. ഈ സ്വന്തം അഭിപ്രായത്തിലൂടെ അവർ സമൂഹത്തിൽ വീണ്ടും വിള്ളലുകൾ ഉണ്ടാക്കുന്നു. അവർ സമൂഹത്തിൽ 2 ഗ്രൂപ്പിനെ 3 ആക്കി മാറ്റുന്നു, 3 ഗ്രൂപ്പിനെ 4 ആക്കി മാറ്റുന്നു എന്നല്ലാതെ ഇവിടെ ഒരു രമ്യതയും അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പിന്നെ അവരുടെയൊക്കെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെ പോയാലും ഓൽക്കൊരു കല്യാണം കിട്ടണം, എവിടെ പോയാലും ഓൽക്കൊരു വോട്ട് കിട്ടണം, ഏത് പക്ഷം ഭരണം നടത്തിയാലും അവർക്കൊരു മന്ത്രിസ്ഥാനം കിട്ടണം. അതിനുവേണ്ടി എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ആളുകൾ സത്യത്തിലേക്ക് വരുന്നത് ഇല്ലാതാവുകയാണ്. എല്ലാവരും സ്വർഗത്തിലാന്ന് പറയുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക? ശരി, എന്നാ പിന്നെ എനിക്കെൻ്റെ വഴിക്ക് പോകാം, എനിക്ക് തോന്നിയതൊക്കെ ഞാൻ അങ്ങ് ചെയ്തോട്ടെ, സ്വർഗത്തിൽ പോവല്ലോ കേട്ടോ. അപ്പൊ ഏത് തെറ്റ് ചെയ്യുന്നവനും അതിന് മോട്ടിവേഷൻ കൊടുക്കുകയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആ തെറ്റ് ചെയ്യുന്ന ആളുകളെ ശരിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. നരകത്തെക്കുറിച്ച് പറയാതെ നിങ്ങൾ നരകത്ത് പോകും, ഇങ്ങനെ പോയാൽ നിങ്ങളെ പോക്ക് നരകത്തിലേക്കാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ ഒരാളെയും ശരിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യം തന്നെ അത് പറഞ്ഞത്, ഇന്നി നദീറും ബൈന യദൈക്കും ഇന്നി നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ് എന്നതുകൊണ്ട് ഇസ്ലാമിക ദാവത്ത് തുടങ്ങാൻ തന്നെ ഉണ്ടായ കാരണം അങ്ങനെ പറഞ്ഞെങ്കിലേ ആളുകൾ നേരെയാവുകയുള്ളൂ. ആളുകൾ നേരെയാവൽ നമ്മുടെ ആവശ്യമാണ്. അതേസമയത്ത് എല്ലാവരും സ്വർഗത്തിൽ എന്നും പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് കയറൂരി വിട്ടു എന്ന് വെക്കുക. അപ്പം അവർ കള്ളുകുടിയന്മാരായിട്ട് പോയി, വ്യഭിചാരികൾ വ്യഭിചരിച്ചു കൊണ്ടുപോയി, അവർക്കെല്ലാം അതിനുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാകും. വ്യഭിചാരം നിങ്ങളല്ലേ വ്യഭിചാരം എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് വ്യഭിചാരമല്ല, ഞങ്ങൾക്ക് ലിവിങ് ടുഗദറാണ്, ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി ലൈഫാണ്, ഞങ്ങൾക്ക് ഒരു എന്താണ് പറയാ ബ്രദർഹുഡാണ് എന്ന് പറഞ്ഞ് അവർ ന്യായീകരിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് കള്ള് എന്ന് പറയുന്നു, മദ്യം എന്ന് പറയുന്നു, ഞങ്ങൾ ഇതിനെക്കുറിച്ച് എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നു, നിങ്ങളൊരു പേര് പറയുന്നു, ഞങ്ങൾ വേറൊരു പേര് പറയുന്നു. ഓരോരുത്തർ അവരവൻ്റെ ബൈക്ക് പോകും. അവസാനം പരലോകത്തിലെത്തുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് സ്വർഗം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം നിങ്ങളല്ല സ്വർഗത്തിൻ്റെ മുതലാളി, നിങ്ങളെ കയ്യിലല്ല സ്വർഗമുള്ളത്. അപ്പോൾ ഈ ആളുകളൊക്കെ നരകത്തേക്ക് പോകും. നരകത്തേക്ക് പോകുമ്പോൾ അവർ നിങ്ങളെയും കൊണ്ടേ പോവുകയുള്ളൂ. കാരണം അവർ പടച്ചോനോട് പറയും, പടച്ചോനെ ഞങ്ങൾ നരകത്ത് പോകാനുണ്ടായ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ മുസ്ലിയാരില്ലേ, ആ മൗലവിയില്ലേ, ഈ മന്ത്രിയില്ലേ, ഈ MLA ഇല്ലേ, അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊക്കെ സ്വർഗത്തിലാണ്. വേറെ മതങ്ങൾ, എല്ലാ മതവും ഒക്കെയാണ്, മുഹമ്മദ് നബിന്റെ പിന്നാലെ തന്നെ പോകൽ നിർബന്ധമില്ല എന്ന് ഇവർ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ റൂട്ടിന് പോയി, ഞങ്ങൾ സ്വർഗത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടു ഇങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങളെ വഞ്ചിച്ചത് ഇവരാണ്, ഞങ്ങളെ കബളിപ്പിച്ചത് ഇവരാണ്, ഞങ്ങളോട് ഉത്തരവാദിത്തം പൂർത്തിയാക്കാതെ വഞ്ചന നടത്തിയിട്ടുള്ള ഇവരെ കൂടി ഞങ്ങളെ കൂടെ നരകത്തിലേക്ക് വിടണമെന്ന് പറഞ്ഞ് നമ്മുടെ കൊല്ലിക്ക് പിടിച്ചുകൊണ്ട് അവർ നരകത്തിലേക്ക് വലിക്കും. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കാം. നരകം മാർക്കുള്ളതാണ്, അവർക്ക് നരകമുണ്ട്. അത് പരസ്യമായിട്ട് പറയാം, കാഫിരീങ്ങൾക്ക് നരകമുണ്ട്. ഓരോ വ്യക്തികളെ കുറിച്ച് പറയണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് അംഗീകരിക്കാത്തവർക്ക്, അത് ഉൾക്കൊള്ളാത്തവർക്ക്, അത് പ്രഖ്യാപിക്കാത്തവർക്ക് സ്വർഗമില്ല. അത് സ്വർഗമില്ല എന്നുള്ള സ്വർഗമില്ല. അത് നമ്മൾ പച്ചയായിട്ട് പച്ച മലയാളത്തിൽ 4 കവലകളിൽ വിളിച്ചു പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് ഉൾക്കൊള്ളാത്തവർക്ക് സ്വർഗം ഇല്ല. അവരുടെ വാസകേന്ദ്രം, അവരുടെ അഭയകേന്ദ്രം നരകമാണ്. അത് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട്, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് ഞങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. കേൾക്കലും കേൾക്കാതിരിക്കലും, വിശ്വസിക്കലും വിശ്വസിക്കാതിരിക്കലും, ഉൾക്കൊള്ളലും ഉൾക്കൊള്ളാതിരിക്കലും നിങ്ങളുടെ ചോയ്സ് ആകുന്നു എന്ന് പറഞ്ഞാൽ വിഷയം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരു കലാപം ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആ രീതിയിൽ വേണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയാൻ. ഇത് തുടങ്ങിയിരുന്നത് വേദക്കാരെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരുന്നത്. വേദക്കാർ
ഇപ്പൊ എല്ലാം പെട്ട്, ഇപ്പോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ജൂതനും നിരീശ്വരവാദികൾ വരെ പെട്ടു. ഇതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, വേദക്കാര് മുഹമ്മദ് നബിയുടെ പിന്നാലെ തന്നെ പോണെന്ന് ശാഠ്യം പിടിക്കല്ലേ. വേദക്കാരായ ആളുകളില്ലേ ഇവിടെ? മൂസാ നബിയുടെ ആളുകളില്ലേ? ഈസാ നബിയുടെ ആളുകളില്ലേ? അവരെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആനിൽ കാഫിരീങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വേദക്കാരെന്നല്ലേ പറഞ്ഞത്? ഖുർആൻ ഓതിക്കൊണ്ടാണ് ഖുർആനിനെ തകർക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ ഓതിയിട്ട് ഖുർആനിനെ തകർക്കുക, ഖുർആൻ ഓതിയിട്ട് ഖുർആനിനെ നിരാകരിക്കുക, അതിൻ്റെ ഒരുപാട് ചതിക്കുഴികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിലെ കുറേ ആയത്തുകൾ എടുത്തിട്ട്, ചില ആയത്തുകൾ സമയമുണ്ടെങ്കിൽ ഞാൻ പറയും. വേദക്കാരെ പറ്റി കാഫിരീങ്ങൾ എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടില്ല. കാഫിരീങ്ങൾ എന്ന് അള്ളാഹു അവരെ വിളിച്ചിട്ടില്ല. യാ അഹ്ലൽ കിതാബ് എന്നാണ് അവരെ പറ്റിയൽ ഒരുപാട് സ്ഥലങ്ങളിൽ, നൂറുകണക്കിന് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ നമ്മളും വിചാരിക്കും ശരി തന്നെയാണല്ലേ. ബിംബാരാധകരെ കുറിച്ചും അബൂജഹലിനെ കുറിച്ചും മക്കയിലെ ഖുറൈശികളെ കുറിച്ചും ഒക്കെ കാഫിരീങ്ങൾ എന്ന് പറഞ്ഞല്ലോ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. എന്നാൽ എൻ്റെ ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും കാഫിരീങ്ങൾ എന്ന് പറഞ്ഞ് ശരി തന്നെയാണല്ലോ പറഞ്ഞല്ലേ. അപ്പോൾ ഒരു കാഫിരീങ്ങളല്ല, ഓല് സ്വർഗത്തിൽ വരുന്നവരാണ്. എന്നാൽ വസ്തുത എന്താണെന്നുള്ളത് ഈ ഖുറാനിൽ അവർ പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് സ്ഥലങ്ങളിൽ വേദക്കാരെ കുറിച്ച് ഖുർആൻ കുഫർ കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 2 സൂക്തം മാത്രം, 1, 2, 3 അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. 2 ഒരു സമാധാനത്തിന് വേണ്ടി ഇങ്ങക്ക് ഞാൻ പറയാം. സൂറത്ത് ആലു ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂൻ, യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന, നിങ്ങൾ എന്തുകൊണ്ടാണ് കാഫിരീങ്ങളായി പോകുന്നത്? ലിമ തക്ഫുറൂന ബി ആയാത്തില്ലാഹി വ അൻതും തശ്ഹദൂൻ. യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, ലിമ തക്ഫുറൂന, നിങ്ങൾ എന്തുകൊണ്ടാണ് കാഫിരീങ്ങളാകുന്നത്? കണ്ടോ, സൂറത്ത് ആലു ഇമ്രാന്റെ 75. ഇനി ഇതേ സൂറത്തിന്റെ 98 അല്ലാഹു പറയാണ്, ഖുൽ യാ അഹ്ലൽ കിതാബ് ലിമ തക്ഫുറൂന ബി ആയാത്തില്ലാഹി വല്ലാഹു ഷഹീദുൻ അലാ മാ തഅമലൂൻ. നിങ്ങൾ എന്തുകൊണ്ടാണ് കാഫിരീങ്ങളായി പോകുന്നത്? ആല ഇമ്രാനിന്റെ 98. അപ്പൊ വേദക്കാരെ കുറിച്ച് കാഫിരീങ്ങൾ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, കാഫിരീങ്ങളെ എന്ന് വിളിച്ചിട്ടില്ല. യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് മക്കയിലെ ഖുറൈശികളെ വിളിച്ചതുപോലെ ജൂതനെയും നസ്രാനിയെയും വിളിച്ചിട്ടില്ല. അതെന്തിനാ? ഞാൻ പറഞ്ഞുതരാം എന്താ വിളിക്കാൻ. ചെറിയ വ്യത്യാസമുണ്ട്. ജൂതനും നസ്രാനിയും അബൂജഹലിനെ പോലെയല്ല. ജൂതനും നസ്രാനിയും അബൂജഹലിനെക്കാളും കുറെ മെച്ചമാണ്. എങ്ങനെ മെച്ചം? അവർ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നുണ്ട്, മൂസാ നബിയിലും ഈസാ നബിയിലും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പൊ 2 കൂട്ടരെയും ഒരുപോലെ കാണാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ചില വേദങ്ങളിലും ചില പ്രവാചകന്മാരിലും വിശ്വസിച്ചതിന്റെ പേരിൽ അവർക്കൊരു ബഹുമാനം കൊടുത്തിട്ടുണ്ട്. ആ ബഹുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹു അവരെ കുറിച്ച് കാഫിരീങ്ങളെ എന്ന് വിളിച്ചിട്ടില്ല. എന്നാൽ മക്കയിലെ കാഫിരീങ്ങളെ കുറിച്ച് കാഫിരീങ്ങൾ എന്ന് വിളിച്ചിട്ടുണ്ട്. ജൂതനും നസ്രാനിയും അറുത്തത് ഭക്ഷിക്കാൻ നമുക്ക് പറ്റും, അവരുടെ പെൺകുട്ടികളെ നമുക്ക് വിവാഹം ചെയ്യാൻ പറ്റും, ചില നിബന്ധനകളുണ്ട് എന്ന് മാത്രം. എന്നാൽ ബിംബാരാധകരുടെ, വിഗ്രഹാരാധകരുടെ മക്കളെ കല്യാണം കഴിക്കാൻ പറ്റൂല, അവരറുത്തത് നമുക്ക് ഭക്ഷിക്കാൻ പറ്റൂല. എന്ത് വ്യത്യാസം? 2 കാഫിരീങ്ങളല്ലേ? ആണ്. പക്ഷേ ഇവർ ചില വേദങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്, ചില പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ബഹുമാനം അവർക്ക് കൊടുക്കുന്നു. അതോടൊപ്പം അവർ കാഫിരീങ്ങളാണ്, അവർ മുശ്രിക്കീങ്ങളാണ്. മുഹമ്മദ് നബിയിൽ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. നിങ്ങൾ നോക്കി, സൂറത്തുൽ ഫാത്തിഹയിൽ വരെ നമ്മളിത് തുടങ്ങി. നമ്മളിത് 17 വട്ടം ഒരു ദിവസം പറയാൻ വേണ്ടി അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ഒരു ദിവസം 5 നേരം നിസ്കരിക്കുമ്പോൾ 17 തവണ ഫാത്തിഹ ഓതുമ്പോൾ ആ ഫാത്തിഹയിൽ വരെ വിഗ്രഹാരാധകരെ കുറിച്ച് പറയാതെ വേദക്കാരെ കുറിച്ച് പറയുന്നത്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെറുതെയാണോ ഖുർആൻ ഇത് പറഞ്ഞിട്ടുള്ളത്? പടച്ചവനെ ഞങ്ങൾ നേർമാർഗത്തിലാക്കണം, വഴിക്കേടിലായിപ്പോയവരെ മാർഗത്തിലാക്കരുത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ആരാണ് ആ പറഞ്ഞിട്ടുള്ളത്? ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കരുത്. വലല്ലാലീൻ, ക്രൈസ്തവരെ കൂട്ടത്തിലും ഞങ്ങളെ ചേർക്കരുത്. ബുദ്ധന്മാരെ പറ്റി പറഞ്ഞിട്ടില്ല,
ഹൈന്ദവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാം ബുദ്ധനും ഹൈന്ദവനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അകലെയുള്ളവനാണ്, അങ്ങോട്ടേക്ക് ആരും പോകാൻ സാധ്യതയില്ല. എന്നാൽ മുസ്ലിമീങ്ങൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ക്രൈസ്തവനും ജൂതനും. അതുകൊണ്ട് 17 വട്ടം നിങ്ങൾ പറഞ്ഞോ ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. ഇങ്ങനെ നമ്മളെ തുടങ്ങുന്നത്. ഇനി രണ്ടാമത്തെ അധ്യായം നോക്കൂ. സൂറത്തുൽ ബഖറ 2-ാമത്തെ അധ്യായത്തിന്റെ തുടക്കം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അത് കഴിഞ്ഞിട്ട് എന്താ? വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? മുത്തഖീങ്ങളായ ആളുകളെക്കുറിച്ച്, വിശ്വാസികളായ ആളുകളെക്കുറിച്ച്, സ്വർഗത്തിൻ്റെ അവകാശികളെക്കുറിച്ച് അള്ളാഹു പറയുന്ന വിശേഷണങ്ങളിൽ ഒരു വിശേഷണം, അവർ വർഗീയവാദികളല്ല. വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക, അവർ മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് നൽകപ്പെട്ട വേദത്തിൽ അവർ വിശ്വസിക്കും. വമാ ഉൻസില മിൻ ഖബ്ലിക, മുൻ കാലഘട്ടത്തിൽ അവതരിച്ചിട്ടുള്ള വേദങ്ങളിലും അവർ വിശ്വസിക്കും. അപ്പൊ ഈ വേദവും ആ വേദവും വിശ്വസിക്കുന്ന വർഗീയതയില്ലാത്ത ആളുകളാണ് ആര്? യഥാർത്ഥ മുത്തഖികൾ എന്ന് 2-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ സൂറത്തു അൽ ബഖറ കുറച്ചങ്ങോട്ട് പോയാൽ, ഈ സൂറത്തുൽ ബഖറ അവതരിക്കുന്നത് തന്നെ, സൂറത്തുൽ ബഖറയുടെ മുഖ്യ പ്രമേയം തന്നെ ജൂതന്മാരാണ്. മദീനയിലാണ് അവതരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 2-ാമത്തെ അധ്യായമാണെങ്കിലും അവതരണക്രമത്തിൽ അത് 2-ാമത്തെ അധ്യായമല്ല, 3-ാമത്തെ അധ്യായമല്ല, 4-ാമത്തെ അധ്യായമല്ല. അവതരണക്രമത്തിൽ 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് അൽ ബഖറ അവതരിക്കുന്നത്. പ്രവാചക തിരുമേനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ജൂതന്മാരുടെ കേന്ദ്രമായ മദീനയിൽ വെച്ചുകൊണ്ട് അവരോടുള്ള സംബോധനയാണ് സൂറത്തുൽ ബഖറ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ. ജൂതന്മാരെ വിളിച്ചിട്ട് എന്താ പറയാ? ജൂതന്മാരെ, അപ്പറഞ്ഞ കിതാബ് അതാണ്. എപ്പറഞ്ഞ കിതാബ്? ഓലൊരു കിതാബ് കാത്തിരിക്കാണ്. ഓല് നൂറ്റാണ്ടുകളായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്, ഒരു വേദഗ്രന്ഥം. അതുകൊണ്ട് ഓരോടൊരു ആമുഖം പറയേണ്ട ആവശ്യം, ഒരാമുഖത്തിന്റെ ആവശ്യമില്ല. ദാലിക്കൽ കിതാബ്, നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഗ്രന്ഥം ഇതാണ്, മുഹമ്മദിന്റെ കയ്യിലുള്ളതാണ്. ലാ റൈബ ഫീ, ഒരു സംശയവും വേണ്ട. ജൂതന്മാരോടാണ് സംസാരം. സൂറത്തുൽ ബഖറ അവതരണക്രമത്തിൽ ഏകദേശം 13 കൊല്ലം കഴിഞ്ഞിട്ട് അവതരിച്ച സൂറത്താണെങ്കിലും അല്ലാഹു തആല ഖുർആനിനെ ക്രോഡീകരിച്ചപ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിനെ ക്രമീകരിച്ചപ്പോൾ 2-ാമത്തെ അധ്യായമാക്കിയിട്ടാണ് സൂറത്തുൽ ബഖറയെ ക്രമീകരിച്ചത്. അതെന്തിനാ? അത് എൻ്റെ സമുദായം ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചിരിക്കേണ്ടത് ജൂതനെയാണ്. എൻ്റെ സമുദായം, ഞാൻ ആദ്യത്തെ 13 കൊല്ലം എൻ്റെ ജന്മദേശമായ മക്കയിലെ എൻ്റെ ചോരയിൽപ്പെട്ട ആളുകളോട് ഞാൻ സംഘടന നടത്തിയിട്ടുണ്ടെങ്കിലും എൻ്റെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ, എൻ്റെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളികൾ, എൻ്റെ സമുദായത്തിലെ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടാൻ കാരണമായിട്ടുള്ള നിലപാട് ജൂതൻ്റെ നിലപാടാണ്. അതുകൊണ്ട് 13 കൊല്ലം കഴിഞ്ഞിട്ട് അവതരിച്ചിട്ടുള്ള അധ്യായമാണെങ്കിലും അത് ഈ കിതാബിൻ്റെ, ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ എഴുതി വെക്കണം എന്ന് അല്ലാഹ് തീരുമാനിക്കുന്നു. 3-ാമത്തെ അധ്യായം ഏതാണ്? സൂറത്തു ആലു ഇമ്രാൻ. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാൻ. ആരെ പറ്റിയാ പറയുന്നത്? ഹൈന്ദവനെ പറ്റിയാണോ? അല്ല. ബുദ്ധന്മാരെ പറ്റിയാണോ? അല്ല. വിഗ്രഹാരാധകരെ പറ്റിയാണോ? അല്ല. നസ്രാനികളെ പറ്റിയാണ്, ക്രൈസ്തവരെ പറ്റിയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന് പറയുന്ന സൂറത്ത് എനിക്കും നിങ്ങൾക്കും അറിയാം. സുലുസുൽ ഖുർആൻ ഏറ്റവും അവസാനത്തിൽ ഫിറ്റ് ചെയ്തു സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ് തുടങ്ങിയിട്ടുള്ള ആ ചെറിയ സൂറത്തുണ്ടല്ലോ, അത് ഖുർആനിന്റെ 1/3 ആണ്. അത് മക്ക കാലഘട്ടത്തിലല്ല, മദീന കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ്. അത് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും അവസാനത്തെ സൂറത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല അത് അവസാനത്തെ സൂറത്താന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. കാരണം അതിൻ്റെ ശേഷമുള്ള 2 സൂറത്തുകൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഒരു വേള സൂറത്തുൽ ഇഖ്ലാസിന് കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റി സൂറത്തുകളാണ്.
സൂറത്തുൽ ഇഖ്ലാസ്. ഖുർആൻ അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടാണ്. എന്റെ കാര്യം? അത് ക്രിസ്ത്യാനികൾക്കെതിരിലുള്ളതാണ്. ലോകത്തെ ഏറ്റവും പ്രബല മതവിഭാഗം എന്ന് പറയുന്ന ഖിയാമത്ത് നാൾ വരെ എൻ്റെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി ക്രൈസ്തവരാണ്. ആ ക്രൈസ്തവരെ കുറിച്ച് പറയുന്ന അധ്യായം കൊണ്ടാണ് അല്ലാഹു ഖുർആൻ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് അതിന് കാവൽ നിർത്തിയിട്ടുള്ള 2 പാറാവുകാരാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അഊദു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കാവൽ ചോദിക്കുന്നു. കാവലാണ്. എന്തിൽ നിന്നാ കാവൽ ചോദിക്കുന്നത്? ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന്, എൻ്റെ ആദർശത്തെ ചോർത്തിയെടുക്കുന്നതിൽ നിന്ന്, എൻ്റെ ആദർശത്തിൽ മായം ചേർന്നു പോകുന്നതിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറയുന്ന 2 കാവൽക്കാരെ അവസാനം കൊണ്ടുപോയി വെച്ചുകൊണ്ട് ഖുർആൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അൽ ബഖറയും ഫാത്തിഹയിൽ നിന്ന് തന്നെ തുടങ്ങണം. ഞാൻ പറഞ്ഞില്ലേ, ഫാത്തിഹയിൽ നിന്ന് തുടങ്ങി അൽ ബഖറയിലൂടെ വന്ന് ആലു ഇമ്രാനിലൂടെ വന്ന് സൂറത്തുൽ ഇഖ്ലാസ് അവസാനിക്കുന്നത് വരെ ജൂതനും ക്രിസ്ത്യാനിയുമാണ്. എന്നിട്ട് അവർക്ക് സ്വർഗത്തേക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്നത്. ഇത് അവിടുന്നും പെട്ടു. ജൂതനും ക്രിസ്ത്യാനിയും ഒക്കെ പോയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് 33 കോടി ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധിക്കുന്ന ബഹുദൈവാരാധകർക്ക് പോലും സ്വർഗത്തിലേക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന അഭിനവ പുരോഹിത വർഗമേ, നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ സംസാരിക്കരുത്. നിങ്ങൾ സ്വന്തം പേരിൽ പറഞ്ഞോ, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഖുർആൻ ഓതി പറയരുത്. സൂറത്തുൽ ബഖറയുടെ 40-41 ഫേസ് ടു ഫേസ് ജൂതന്മാരോടുള്ള സംബോധന സ്റ്റാർട്ട് ചെയ്യണം. ജൂതന്മാരോടുള്ള സംബോധന 40ാമത്തെ സൂക്തം മുതലാണ് തുടങ്ങുന്നത് അൽ ബഖറയിൽ. അതിൻ്റെ മുന്നേ ഒക്കെ ഉള്ളത് ആമുഖങ്ങളാണ്, തുടക്കങ്ങൾ, ഇൻട്രഡക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞിട്ട് 40ാമത്തെ സൂക്തത്തിലേക്ക് അൽ ബഖറ കാലെടുത്ത് വെക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും വഇയ്യായ ഫർഹബൂൻ. ജൂതനെ വിളിച്ചുകൊണ്ട് ആദ്യത്തെ സംബോധന പരിശുദ്ധ ഖുർആനിൽ ജൂതനെ വിളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ പ്രഖ്യാപനം 40ാമത്തെ സൂക്തത്തിൽ അൽ ബഖറയിൽ കാണാം. നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇപ്പം ഞാൻ വരുന്നില്ല. ജൂതനും നസ്രാനിക്കും അള്ളാഹു നൽകിയിട്ടുള്ള കോടാനക്കോടി അനുഗ്രഹങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സമയത്ത് നമുക്ക് പറയാം. ഇപ്പം ഞാൻ അതിലേക്ക് വരുന്നില്ല. അള്ളാഹ് അവരെ വിളിച്ച് ഓർമ്മപ്പെടുത്താണ്. ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുസ്മരിക്കണം. വഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും, എന്നോട് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കരാറ് നിങ്ങൾ പാലിക്കണം. നിങ്ങൾ എൻ്റെ കരാറ് പാലിച്ചാൽ ഞാൻ നിങ്ങളെ കരാറ് പാലിക്കും. ഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും വഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രമേ പേടിക്കാവൂ. ഇതൊക്കെ ആരോടെ പറയുന്നതെന്നറിയോ? പുരോഹിത വർഗത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ്. പുരോഹിത, നിന്റെ മതം കൈയൊഴിഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയിൽ നീ വിശ്വസിക്കുമ്പോൾ നിനക്ക് നേർച്ചപ്പെട്ടി നഷ്ടപ്പെടും, നിനക്ക് കൈമടക്ക് കിട്ടാതെയാകും, നിനക്ക് അന്നം മുട്ടിപ്പോകും, ചിലപ്പോൾ ഉടലിൽ നിന്ന് തല തെറിച്ചു പോകും. പക്ഷേ വഇയ്യായ ഫർഹബൂൻ, എന്നെ മാത്രമേ പേടിക്കാവൂ. കാരണം പുരോഹിതന്മാർക്ക് പേടിയാ. അള്ളാന്റെ റസൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ചിൽ കാണാം. ജൂതന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരു 10 പുരോഹിതൻ, ജൂതന്മാരിൽപ്പെട്ട ഒരു 10 പുരോഹിതന്മാർ എന്നിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ജൂതനും മുസ്ലിമാകുമായിരുന്നു. ഇത് വല്ലാത്തൊരു വർത്തമാനമാണ്. ഇത് ജൂതന്മാരുടെ സൈക്കോളജിയെക്കുറിച്ച്, ജൂതന്മാരുടെ സോഷ്യോളജിയെക്കുറിച്ച്, ജൂതന്മാരുടെ ദേശീയതയെക്കുറിച്ച്, ജൂതന്മാരുടെ വർഗീയതയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സൂചനയാണ്. ഒരു 10 ജൂത പുരോഹിതൻ മുസ്ലിമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്തുള്ള ആമനത്തിൽ യഹൂദ് കുല്ലുഹും, എല്ലാ ജൂതന്മാരും മുസ്ലിമാണ്. കാരണം എന്താ പറയുക? ജൂതന്മാർക്ക് പുരോഹിതന്മാരെ പേടിയാ. പുരോഹിതന്മാർക്ക് അനുയായികളെ പേടിയാ. കാരണം നമ്മളാണ്ട് മുസ്ലിം ആയാൽ ഇവർ സമ്മതിക്കൂല, ഇവർ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടും. പിന്നെ ഈ പള്ളിയിൽ ഖതീബാവാൻ കഴിയൂല, ഇമാമ് നിൽക്കാൻ കഴിയൂല, പേടി ഉണ്ടാകും. അള്ളാഹ് പറഞ്ഞു വഇയ്യായ ഫർഹബൂൻ, ആരെയും പേടിക്കണ്ട, എന്നെ മാത്രമേ പേടിക്കാവൂ. ഇത് വെറുതെ പറഞ്ഞതല്ല. ഹിറക്കൽ ചക്രവർത്തിയോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു,
മുഹമ്മദ് നബിന്റെ ബാക്കിൽ പോരൽ നിർബന്ധമില്ല എന്നല്ലേ പറഞ്ഞത്. എന്നിട്ടുണ്ട് മുഹമ്മദ് നബി നാടായ നാട്ടിലേക്കൊക്കെ കത്തെഴുതിയല്ലോ. ഹിജറ 6-ാമത്തെ നൂറ്റാണ്ടിൽ ഹിജറ 6-ാമത്തെ വർഷം ഹുദൈബിയ സന്ധിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു പോയപ്പോൾ ഇനി ഒരു അക്രമം ഉണ്ടാകൂല, മക്കക്കാർ ഇങ്ങോട്ടും വരൂല, നമ്മൾ അങ്ങോട്ടും പോകുന്നില്ല, രമ്യതയിൽ പോകുന്ന ഒരു കാലാവസ്ഥ വന്നപ്പോൾ എല്ലാ നാട്ടിലേക്കും മുഹമ്മദ് നബി ദൗത്യ സംഘത്തെ അയക്കുന്നു, എഴുത്തും കൊടുത്തു വിടുന്നു. ഏറ്റവും പ്രഗത്ഭരായ 15ഓളം ഭരണാധികാരികൾക്ക് അള്ളാഹുവിന്റെ റസൂൽ എഴുത്തു കൊടുത്തയച്ചു. അതിൽ 9 ഭരണാധികാരികൾ ഇസ്ലാം സ്വീകരിച്ചു. അതിൽ പ്രഗത്ഭനായ ഹിറക്കൽ ചക്രവർത്തി നമ്മളിവിടെ പറഞ്ഞിരുന്നു. ഹെർക്കുലീസിന് എഴുത്തു കൊടുത്തയച്ചു. ആ എഴുത്തിൽ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു അസ്ലിം തസ്ലം. ഞാനത് പറഞ്ഞിരുന്നു ഇവിടെ, അസ്ലിം തസ്ലം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സൂചനകളാണ്. അസ്ലിം, മുസ്ലിം ആയിക്കോ, പേടിക്കണ്ട. തസ്ലം, നിനക്ക് രക്ഷയുടെ കവാടം ലഭിക്കും, നിനക്ക് എൻട്രി ലഭിക്കും, നിനക്ക് എക്സിറ്റ് ലഭിക്കും. അസ്ലിം തസ്ലം. കാരണം അവർക്ക് പേടിയാണ്. മുഹമ്മദ് നബി സത്യസന്ധനാന്ന് അവർക്കൊക്കെ അറിയാം. പക്ഷെ സ്വീകരിച്ചാലിപ്പോ അന്നം മുട്ടിപ്പോകൂലേ, ഭരണാധികാരം നഷ്ടപ്പെടൂലേ. ഈ പേടിയിൽ കുടുങ്ങിപ്പോയി, ഭൗതിക ആഡംബരങ്ങളിൽ മതിമറന്നുപോയി. അതുകൊണ്ട് അവരോട് സംബോധന ചെയ്യുമ്പോൾ ജീവിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. പെണ്ണ് കിട്ടുമെന്ന് പറയണം, ജോലി കിട്ടുമെന്ന് പറയണം, നിന്നെ തറവാട്ടിൽ ചേർക്കുമെന്ന് പറയണം, നിന്നെ പള്ളിയിലെ ഇമാമാക്കുമെന്ന് പറയണം, നിനക്ക് ഖതീബിന്റെ പോസ്റ്റ് തരുമെന്ന് പറയണം, അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം. അസ്ലിം തസ്ലം. അവരിൽ 9 പേര് മുസ്ലിമായി. എന്തിനാ എഴുത്തു കൊടുത്തയച്ചത്? മുഹമ്മദ് നബിന്റെ വേക്കിൽ നിൽക്കൽ നിർബന്ധമൊന്നുമില്ല. അത് മൂസാ നബിന്റെ വേക്കിലാൽ, ഈസാ നബിന്റെ വേക്കിലാൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നവർ എന്തിനാണ് എഴുത്തു കൊടുത്തയച്ചത്? മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് തൗറാത്തിന്റെ ഏടുമായിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്നു. തൗറാത്ത് അള്ളാഹു ഇറക്കിയിട്ടുള്ള വേദമാണ്, പക്ഷേ അതിൽ മനുഷ്യന്റെ കൈകടത്തലുകളുണ്ട്. ആ വേദത്തിന്റെ കടലാസ് കഷ്ണങ്ങളുമായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയിൽ വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവന്ന് തുടുത്തു ദേഷ്യപ്പെട്ടുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ലൗകാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലാ അൻ യത്തബിഅനി. ഉമറേ, എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പരിശുദ്ധ ഖുർആൻ നിനക്ക് മതിയായിട്ടില്ലയോ? നീ വേറെ വേദഗ്രന്ഥങ്ങൾ തേടിപ്പോവുകയാണോ? അക്കാഡമിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുകയാണോ? നീ അത് വായിക്കാൻ പാടില്ല. ഈ ഗ്രന്ഥം കൊണ്ടുവന്ന മൂസയില്ലേ, ഈ ഗ്രന്ഥം കൊണ്ടുവന്ന മൂസ തന്നെ ഈ കാലത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ പിന്നാമ്പുറത്ത് വന്ന് നിൽക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. ലൗകാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലാ അൻ യത്തബിഅനി. ആരാണ് മൂസ? പരിശുദ്ധ ഖുർആനിൽ 25 അധ്യായങ്ങളിൽ 183 പ്രാവശ്യം എടുത്തു പറയപ്പെട്ടിട്ടുള്ള ബനു ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രവാചകൻ. ആ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, ലൗകാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലാ അൻ യത്തബിഅനി. എന്നിട്ടാ പറയുന്നത് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കൽ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, നടക്കുന്ന കാര്യമല്ല. എന്നിട്ട് അല്ലാഹു തആല സൂറത്തുൽ ബഖറയുടെ 40-ാമത്തെ സൂക്തം വഇയ്യായ ഫർഹബൂൻ 41-ൽ അല്ലാഹു പറഞ്ഞു, വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ. അല്ലാഹു പറയാണ് 41-ൽ, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള വേദം വിശ്വസിക്കണം. നിങ്ങളെ മുമ്പ് ഇറക്കിയിട്ടുള്ള ഈ വേദത്തിന്റെ മുമ്പ് ഇറക്കിയിട്ടുള്ള തൗറാത്തിനെയും ഇഞ്ചീലിനെയും സാക്ഷ്യപ്പെടുത്തുന്ന വാസ്തവമാക്കുന്ന പരിശുദ്ധ ഖുർആൻ നിങ്ങൾ വിശ്വസിക്കണം. കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു? വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി. ആദ്യമായി കാഫിറായി പോകുന്ന വളരെ മോശപ്പെട്ട വർഗമായി നിങ്ങൾ അതപ്പതിക്കരുത്. എന്താ പറഞ്ഞെന്നറിയോ? മക്കയിൽ 13 കൊല്ലം ഞാൻ സേവന പ്രവർത്തനം നടത്തി. മക്കക്കാരായ ആളുകൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതപ്പെടാനില്ല. കാരണം അവർക്കൊരു മണ്ണാങ്കട്ട അറിയില്ല. ഖുറൈശികളാണ്, ജാഹിലീങ്ങളാണ്, ബിംബാരാധകരാണ്, വിവരമില്ലാത്തവരാണ്. അവർ പ്രവാചകന്മാരെ കുറിച്ച് അറിയില്ല, അള്ളാഹുവിനെ കുറിച്ച് മര്യാദക്ക് അറിയില്ല. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ പണ്ഡിതന്മാരാണ്, പുരോഹിത വർഗമാണ്. അതുകൊണ്ട് നിങ്ങളെങ്ങാനും ഈ വേദത്തെ കൈയൊഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഏറ്റവും വലിയ കള്ളന്മാർ. അതുകൊണ്ട് നിങ്ങളെപ്പറ്റി പറയുക അവ്വലു കാഫിരിൻ ബിഹി,
ആദ്യമായി തള്ളിപ്പറഞ്ഞവർ. ആദ്യമായി തള്ളിപ്പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ തള്ളിപ്പറയില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നാട്ടിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എൻ്റെ വാപ്പ തന്നെ എന്നെ തള്ളിപ്പറഞ്ഞു, എൻ്റെ കുടുംബക്കാർ മുഴുവൻ എന്നെ തള്ളിപ്പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ചവർ എന്നെ തള്ളിപ്പറഞ്ഞു, എന്നെപ്പറ്റി നല്ലോണം പരിചയമുള്ള ആളുകളൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞു. പിന്നെ അപ്പുറത്തുള്ള നാട്ടുകാർ എന്നെ തള്ളിപ്പറയാതിരിക്കോ? അപ്പൊ എൻ്റെ കുടുംബക്കാർക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ കൂട്ടുകാർക്ക്, എന്നെക്കുറിച്ച് അറിയുന്നവർക്ക് എത്രമാത്രം വലിയ ശിക്ഷ ഉണ്ടാകും? അതുകൊണ്ട് ജൂതന്മാരോട് അല്ലാഹു പറഞ്ഞു, വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി, നിങ്ങൾ ഈ വേദത്തിൽ ആദ്യമായി അവിശ്വസിക്കുന്ന ദുഷ്ടരായി പോകരുത്. കണ്ടോ, അവിടെയും ജൂതന്മാരെ പറ്റി എന്ത് പറഞ്ഞു? കാഫിർ എന്ന് പറഞ്ഞു. ജൂതൻ നസ്രാനി കാഫിർ അല്ല, ഓലെപ്പറ്റി കാഫിറാണെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്നെല്ലാം പറയുന്നത് തനിച്ച അബദ്ധമാണ്. ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. എല്ലാ പ്രവാചകന്മാരും, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. സൂറത്തുൽ ബഖറയുടെ 127 അല്ലാഹു പറഞ്ഞില്ലേ, ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ്, പടച്ചവനെ അവരിൽ നിന്ന് നീ ഒരു പ്രവാചകനെ കൊണ്ടുവരണം. മുഹമ്മദ് നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പ്രവാചകൻ പറഞ്ഞു, അന ദാവത്തു അബി ഇബ്രാഹിം, എൻ്റെ പിതാവ് ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതേ ഇബ്രാഹിം നബി അൽ ബഖറയുടെ 128 ഒരു പ്രാർത്ഥനയുണ്ട്, 126 വേറൊരു പ്രാർത്ഥനയുണ്ട്, റബ്ബന വജ്അൽനാ മുസ്ലിമൈനി ലകാ. പരിശുദ്ധ കാബാലയത്തിന്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്. കാബാലയത്തിന്റെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയോ? എന്നെ ഹിന്ദുവാക്കണം എന്നല്ല, എന്നെ ക്രിസ്ത്യാനിയാക്കണം എന്നല്ല, എന്നെ ജൂതനാക്കണമെന്നല്ല. റബ്ബന വജ്അൽനാ, എന്നെയും എൻ്റെ ഈ കുഞ്ഞുമോൻ ഇസ്മായിലിനെയും നീ ആക്കണം, എന്താക്കണം? മുസ്ലിമൈനി ലകാ, നിന്റെ മുസ്ലിമീങ്ങളായ അടിമകളിൽ പെടുത്തണം. വ അരിനാ മനാസികന വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, എന്നെയും എൻ്റെ മകൻ ഇസ്മായിലിനെയും നീ മുസ്ലിമീങ്ങളിൽ പെടുത്തണം. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ പ്രാർത്ഥിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ശേഷം വന്നിട്ടുള്ള യാക്കൂബ് നബി അലൈഹിസ്സലാം ഇസ്ഹാഖിൻ്റെ മകനായ യാക്കൂബ്, അദ്ദേഹം മരണപ്പെടുമ്പോൾ സന്താനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട്, അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗതു വഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബ് അലൈഹിസ്സലാമിന് മരണം ആസന്നമായപ്പോൾ തൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് യാക്കൂബ് നബി പറഞ്ഞ ആ സംഭവം, നിങ്ങൾ ആ സംഭവത്തിന് സാക്ഷിയായിട്ടുണ്ടോ? അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചതാണ്. അം കുന്തും ശുഹദാ, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ അവിടെ ഇല്ല, ഞാൻ പറഞ്ഞുതരാം. ഖാല മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ മരണശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. ആ മക്കൾ ബാപ്പയ്ക്ക് ഗ്യാരണ്ടി കൊടുക്കുകയാണ്, ഉപ്പ നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ഈശ്വരൻ, നിങ്ങളുടെ നിങ്ങളുടെ ഉപ്പയായ ഇസ്ഹാക്കിൻ്റെ സൃഷ്ടാവ്, ഇസ്ഹാക്കിൻ്റെ ഉപ്പയായ ഇബ്രാഹീമിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവിന് മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. വ നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ട് ജീവിക്കും. യാക്കൂബ് നബിയുടെ മക്കൾ യാക്കൂബ് നബിയോട് മരണസമയത്ത് കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടിയാണ്. ഈസാ നബി അലൈഹിസ്സലാം ക്രിസ്ത്യാനികളുടെ പ്രവാചകൻ എന്ന് അവർ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞില്ലേ, വൈദ് ഖാല ഈസാ ഇബ്നു മറിയമ യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. പേരെടുത്തു പറഞ്ഞു, ഓ ക്രിസ്ത്യാനികളെ, ഞാൻ നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എൻ്റെ കാലശേഷം വരുന്ന അഹമ്മദ് എന്ന് പേരുള്ള ഒരു നബി വരാനുണ്ട്. അഹമ്മദ് എന്ന പേര് എടുത്തുകൊണ്ട് പറഞ്ഞു, ഇസ്മുഹു അഹമ്മദ്.
ആ നബിയെക്കുറിച്ച് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. പക്ഷേ അഹമ്മദ് എന്ന നബി വന്നപ്പോഴോ ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാത്തി ഖാലൂ ഹാദാ സിഹ്റും മുബീൻ, ക്രിസ്ത്യാനികൾ വിശ്വസിച്ചില്ല. പരിശുദ്ധ ഖുർആനിൽ പറയാണ്. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ അമ്പിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് വ്യക്തമായി പറഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ മുസ്ലിമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. സുലൈമാൻ നബിയുടെ അടുത്തേക്ക് വന്നിട്ടുള്ള സബ രാജ്യത്തെ റാണിയായ ബിൽഖീസ് പറഞ്ഞു അസ്ലംതു മഅ സുലൈമാൻ, അസ്ലംതു മഅ സുലൈമാൻ, സുലൈമാന്റെ കൂടെ ഞങ്ങൾ മുസ്ലിമായി, ഞാൻ മുസ്ലിമായിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ആളുകൾ വരെ ഞങ്ങൾ മുസ്ലിമീങ്ങൾ എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളവരാണ്. എന്നിട്ട് പറയാണ് മുസ്ലിമാവൽ നിർബന്ധമില്ല, മുഹമ്മദ് നബിയിൽ തന്നെ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഒരു നബിയിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തും സൂറത്തുൽ മാഇദയിലെ വേറൊരു ആയത്തും അത് ഇവർക്കൊക്കെ മനപ്പാടാം. സൂറത്തുൽ ബഖറയുടെ 62-ാമത്തെ സൂക്തം ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അൽ ബഖറ 62. ഇതുപോലത്തെ ഒരു ആയത്ത് ചെറിയൊരു വ്യത്യാസത്തോടുകൂടി സൂറത്തുൽ മാഇദയുടെ 69 കാണാം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഊന വന്നസ്വാറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇവിടെ സർവമത സത്യവാദികളായ സാമികളുണ്ട്. സാമി പേരൊന്നും എനിക്കറിയില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. സാമിക്കെന്ത് മറ്റേ മേപ്പരല്ലാത്തവനെന്ത് തീപ്പൊരി എന്ന് പറഞ്ഞ മാതിരി സാമി ഇനി മുർത്തദ്ദാകാനില്ല, സാമി ഇനി കാഫിറാകാനില്ല. സാമി എന്തെങ്കിലും പറയട്ടെ, പക്ഷെ മുസ്ലിമേ നിനക്കത് പറയാൻ പാടില്ല. സാമി പറയുന്നത് കേട്ടിട്ടാണോ നീ ഖുർആൻ മനസ്സിലാക്കേണ്ടത്? ഈ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനങ്ങൾ 14 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യം ഇവിടെ ഇല്ലേ? ആധുനിക കാലത്തുള്ള പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള പരിഭാഷയില്ലേ? എടുത്ത് വായിച്ചു നോക്കിക്കൂടെ? മൗദൂദി സാഹിബിന് പരിഭാഷയില്ലേ? അമീൻ ഹസൻ ഇസ്ലാഹിക്ക് പരിഭാഷയില്ലേ? അമാനി മൗലവിക്ക് പരിഭാഷയില്ലേ? ഉമർ മൗലവിക്ക് പരിഭാഷയില്ലേ? സമസ്ത മുസ്ലിയാക്കന്മാർക്ക് പരിഭാഷയില്ലേ? എടുത്ത് നോക്കിക്കൂടെ? എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? അതിൻ്റെ വ്യാഖ്യാനം വിശ്വാസികളാവട്ടെ, ജൂതന്മാരാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, സ്വാബികളാവട്ടെ, ആരായാലും വേണ്ടിയില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ, പരലോകത്തിൽ വിശ്വസിച്ചിട്ടുണ്ടോ, സൽക്കർമ്മം ചെയ്തിട്ടുണ്ടോ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലിയുണ്ട്. ഫലാ ഖൗഫുൻ അലൈഹിം, അവരൊന്നിനെയും പേടിക്കേണ്ടതില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതില്ല. ഇത് തന്നെയാണ് സൂറത്തുൽ മാഇദയുടെ 69-ലുള്ളത്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ജൂതനായാലും പ്രശ്നമില്ല, ക്രിസ്ത്യാനിയായാലും പ്രശ്നമില്ല, സാബിയായാലും പ്രശ്നമില്ല, മുസ്ലിമായാലും പ്രശ്നമില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടാൻ എന്ത് വേണം? വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും വേണം. അപ്പം അത് മതി. ദൈവവിശ്വാസിയാവണം, പരലോക വിശ്വാസിയാവണം, സൽക്കർമ്മം ഉണ്ടാവണം. എന്നാൽ പിന്നെ മുസ്ലിം ആയാലും ജൂതനായാലും ക്രിസ്ത്യാനിയായാലും സാബിയായാലും പ്രശ്നമില്ല എന്ന് അൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്, മാഇദയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടാണ്. ഇവിടെ ഈ ആയത്തിൻ്റെ, ഞാൻ ചുരുക്കി പറയാം, സമയം കഴിഞ്ഞു, ഈ ആയത്തിൻ്റെ തൊട്ടും മുമ്പും ശേഷവും ഒക്കെയുള്ള സൂക്തങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് വർഗീയതക്കെതിരിലുള്ള ആയത്താണ്. വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ? തറവാട് മഹിമയുടെ പേരിൽ, കുലമഹിമയുടെ പേരിൽ, വംശമഹിമയുടെ പേരിൽ ഞങ്ങൾക്ക് സ്വർഗത്ത് പോകാം എന്ന് വ്യാമോഹിക്കുന്നവർക്കുള്ള മറുപടിയാണ്. മുസ്ലിമാണെന്നുള്ള പേരുണ്ടായ സ്വർഗത്ത് പോകും നിങ്ങൾ വിചാരിക്കണ്ട എന്നാണ് പറഞ്ഞത്. കുറേ ആൾക്കാരുണ്ടല്ലോ, ഞാനും മുസ്ലിം, ഐഡൻറ്റിറ്റി കാർഡിൽ ഞാൻ മുസ്ലിമാണ്, ഞാൻ ആരെ പേടിക്കണ്ടേ, എനിക്കൊരാളും പേടില്ല, ഞാൻ മുസ്ലിമാണ്, അങ്ങനെ പറയുന്നവരോടുള്ള മറുപടിയാണ്. നിങ്ങളെ പേര് നോക്കിയിട്ടല്ല സ്വർഗവും നരകവും, ബാപ്പൻ്റെ പേര് നോക്കിയിട്ടല്ല, തറവാട് നോക്കിയിട്ടല്ല. ഞങ്ങൾ ഇബ്രാഹിം നബിൻ്റെ മക്കളാണ്, ജൂതന്മാർ ഇബ്രാഹിം നബിയുടെ മക്കളായതുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും നരകത്ത് പോകേണ്ടി വരൂല. നഹനു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാൻ്റെ മക്കളാണ്, ഞങ്ങൾ അള്ളാൻ്റെ കൂട്ടുകാരനാണ് എന്നവർ പറഞ്ഞു. കാരണം വംശമഹിമ, വർഗീയത. അവർ പറഞ്ഞു ذلك بأنهم قالوا لن تمسنا النار إلا أياما معدودة, ഞങ്ങൾ നരകത്ത് പോകില്ല,
ഞങ്ങൾ നരകത്ത് പോവുകയാണെങ്കിൽ തന്നെ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവുള്ളൂ. കാരണം ഞങ്ങൾ ഇബ്രാഹിം നബിൻ്റെ കുട്ടികളാണ്. വേറൊരു സ്ഥലത്ത് പറഞ്ഞു, വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറാ. അവർ പറഞ്ഞു, ജൂതനും നസ്രാനിയുമല്ലാത്ത ആരും തന്നെ സ്വർഗത്തിൽ പോവുകയില്ല, ജൂതനും നസ്രാനി മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ തറവാടിൻ്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ, വംശീയതയുടെ പേരിൽ സ്വർഗം തീരെഴുതി കൊടുത്തിരുന്ന സ്വഭാവക്കാരായിരുന്നു ജൂതനും ക്രിസ്ത്യാനിയും. അങ്ങനെ ഒരു സ്വഭാവം മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ബാപ്പന്റെ പേര് അഹമ്മദ് കുട്ടിയാന്ന് കരുതിയിട്ട് ഇത് സ്വർഗത്ത് പോകുമെന്ന് വിചാരിക്കണ്ട. എൻ്റെ പേര് സൈനുദ്ദീനാണെന്ന് വിചാരിച്ചിട്ട് സ്വർഗത്ത് പോകുമെന്ന് വിചാരിക്കണ്ട. സ്വർഗത്ത് പോകണമെങ്കിൽ അതിന് ഉണ്ടായിരിക്കേണ്ട ഉപാധികൾ വേണം. ആ ഉപാധിയാ പറയുന്നത്, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹാ. വിശ്വാസം വേണം, പരലോക വിശ്വാസം വേണം, സൽക്കർമ്മം വേണം. സൽക്കർമ്മമൊന്നുമില്ല, അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ഇബ്രാഹിം നബിന്റെ മകനാ, അല്ലെങ്കിൽ തങ്ങളൂട്ടിയാണ്, അല്ലെങ്കിൽ ബീവിയാണ് എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ പാഞ്ഞു കയറാം എന്ന് വിചാരിക്കരുത്. സൽക്കർമ്മം വേണം, പരലോക വിശ്വാസം വേണം, ദൈവവിശ്വാസം വേണം, എങ്കിലേ സ്വർഗത്ത് കടക്കുകയുള്ളൂ എന്ന് എല്ലാവരും വിളിച്ചു പറയാണ്. ജൂതനെ വിളിച്ചു, ക്രിസ്ത്യാനിനെ വിളിച്ചു, മുസ്ലിമിനെ വിളിച്ചു. കാരണം മുസ്ലിമും അതിൽപ്പെട്ടു. ടീഷർട്ടിന്റെ പുറമെ മുസ്ലിം എന്നെഴുതി വെച്ചതുകൊണ്ട് മാത്രം സ്വർഗത്ത് പോകാൻ കഴിയില്ല. എന്നാൽ എന്താണ് ദൈവവിശ്വാസം, എന്താണ് പരലോക വിശ്വാസം, എന്താണ് സൽക്കർമ്മം, അത് ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അത് പറയേണ്ട ആയത്ത് അല്ല ഇത്. ഈ ആയത്തിന്റെ ധർമ്മം ദൈവവിശ്വാസം എന്ത് എന്ന് പഠിപ്പിക്കലല്ല. ഈ ആയത്തിന്റെ ഉത്തരവാദിത്വം പരലോക വിശ്വാസം എന്ത് എന്ന് പഠിപ്പിക്കലല്ല. ഈ ആയത്തിന്റെ ഉത്തരവാദിത്വം സൽക്കർമ്മം എന്ത് എന്ന് പഠിപ്പിക്കലല്ല. അത് വേറെ ആയത്തിലുണ്ട്. ദൈവവിശ്വാസം സത്യസന്ധമാകൽ എപ്പോഴാണ്, അത് വേറെ ആയത്ത് നോക്കണം. പരലോക വിശ്വാസം എന്താണ്, വേറെ ആയത്തുകൾ നോക്കണം. സൽക്കർമ്മം എന്താണ്, കുറെ ചാരിറ്റി നടത്തല, കുറെ എത്തിയും കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കല, അത് വേറെ ആയത്ത് നോക്കണം. അത് ഇവിടുന്ന് കിട്ടൂല. പരിശുദ്ധ ഖുർആനിൽ വേറെ ഒരു സൂക്തം സൂറത്തുൻ നിസാഇന്റെ 122 കാണാം. ലൈസ ബി അമാനിയികും വല അമാനി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബി. എല്ലാവരെയും വിളിച്ചു പറയാം, ലൈസ ബി അമാനിയികും, മുസ്ലിമീങ്ങളെ കൂട്ടത്തിലുള്ള കപടവിശ്വാസികളെ, നിങ്ങളുടെ വ്യാമോഹം നടപ്പില്ല. മുസ്ലിമിനെ വിളിച്ച് അല്ലാഹു പറയാം, മുസ്ലിമീങ്ങളെ നിങ്ങളുടെ വ്യാമോഹം നടപ്പില്ല. വല അമാനി അഹ്ലിൽ കിതാബ്, വേദക്കാരെ നിങ്ങളുടെ വ്യാമോഹവും നടപ്പില്ല. മൻ യഅമൽ സൂഅൻ യുജ്സ ബി, വേണ്ടാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടും. എൻ്റെ പേര് സൈനുദ്ദീനാണ്, ബാപ്പന്റെ പേര് വേറെ ഏതെങ്കിലും ഒരു പേരാണ്, അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് രക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അല്ലാതെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുപോലെയാണ് എന്ന് പറയാനല്ല. കാരണം ആ ആയത്തിൻ്റെയും തൊട്ടു പിറകെ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓതുന്നില്ല, ആ ആയത്തിൻ്റെയും തൊട്ടു പിറകെ കാണാം, വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറാ. ആരെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്താൽ, എന്നിട്ടുള്ള പറയാണ് മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ. കണ്ടോ? അപ്പൊ വർഗീയതയില്ല, വിവേചനമില്ല, ആണ് പെണ്ണ് വേർതിരിവില്ല. ഇബ്രാഹിമിന്റെ മകനാവട്ടെ, ഇസ്മായിലിന്റെ മകനാവട്ടെ, ഇസഹാക്കിന്റെ മകനാവട്ടെ, ഇസ്രായേലിയാവട്ടെ, അറബിയാവട്ടെ, മുഹമ്മദ് നബിയുടെ സന്താനങ്ങളിൽപ്പെട്ടവരാവട്ടെ, കറുത്തവനാവട്ടെ, വെളുത്തവനാവട്ടെ, സ്വർഗപ്രവേശനത്തിന്റെ മാനദണ്ഡം വമൻ യഅമൽ മിനസ്സാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന. അവരൊക്കെ സ്വർഗത്ത് കടക്കും. വിവേചനം ഇല്ല, വർഗീയതയില്ല. ഇത് പറയാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ആയത്താ. ഈ ആയത്തെടുത്തിട്ട് നേരെ തല മറച്ചിട്ടിട്ട് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഒരു വ്യത്യാസമില്ല എന്ന് പറയുന്നവൻ്റെ തലമണ്ടയിൽ എത്രമാത്രം തുരുമ്പ് കയറിപ്പോയി എന്നുള്ളത് ചിന്തിക്കാൻ തോനെയൊന്നും വായിക്കണ്ട. പരിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കിയാൽ തന്നെ എമ്പാടുമാണ്. അതിലെ സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 2 പേജ് നോക്കിയാൽ തന്നെ സർവമത സത്യവാദം എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടം ദർശിച്ചിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും.
ഒരുപാട് ഈ വിഷയത്തിൽ ഇനിയും പറയാനുണ്ട്. ഞാൻ എൻ്റെ ഈ സംസാരം ഇവിടെ ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പുതിയ തലമുറയിലുള്ള ആളുകൾ വഴിതെറ്റിപ്പോകുന്നത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇത്തരം ആശയങ്ങളിലേക്ക് പോകാതിരിക്കാൻ ആവശ്യമായ വൈജ്ഞാനിക സമ്പത്ത് നമ്മൾ ആർജിച്ചെടുക്കണം. ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ വായിക്കണം. വായിക്കുമ്പോൾ അതിൻ്റെ ആശയവും അർത്ഥവും ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കണം. എന്നിട്ട് മറ്റുള്ള ആളുകളിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ നമ്മൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും എല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.